وعلى آله وأصحاب سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ربي الله الذي لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാന്യനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവர்களെ, പ്രിയപ്പെട്ട അലവിദാരിമി ഉസ്താദ്, നമ്മുടെ ഈ സദസ്സിനെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന ആഗോള നെറ്റ് ജാലകം വഴി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ നൂറുദ്ദീൻ തങ്ങൾ, അതുപോലെ ഈ മഹത്തായ പഠന ക്ലാസിൽ സംഗമിച്ച വന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, വളരെ വിലപ്പെട്ട എന്നാൽ വളരെ ലളിതമായതുമായ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. സങ്കീർണമെന്ന് നമ്മൾ മനസ്സിലാക്കിയ വിഷയത്തെ വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഇനി തരീഖത്തുകളിൽപ്പെട്ട, തരീഖത്തുകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ചില പിഴച്ച തരീഖത്തുകളെ സംബന്ധിച്ചുള്ള പ്രതിപാദനമാണ് നടക്കാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടതും മുൻകഴിഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ളതുമായ സംശയങ്ങളുടെ നിവാരണത്തിന് കൂടി നമുക്ക് സമയം ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തരീഖത്ത് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം, തരീഖത്ത് സത്യവും മിഥ്യയും എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ല. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ശരീഅത്ത് സത്യവും മിഥ്യയും, ഇസ്ലാം സത്യവും മിഥ്യയും, ഈമാൻ സത്യവും മിഥ്യയും, ദീൻ സത്യവും മിഥ്യയും, ഇങ്ങനെ നമ്മൾ വിഷയം ഇടാറില്ലല്ലോ. അതേമാതിരി തന്നെയാണ് തരീഖത്ത് സത്യവും മിഥ്യയും എന്നൊരു വിഷയമല്ല. എന്ന് വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തരീഖത്തിന്റെ മശായിഖുമാരെ അംഗീകരിക്കുകയും തരീഖത്തുകളെ മുഴുവൻ, സത്യസന്ധമായ തരീഖത്തുകളെ മുഴുവൻ അംഗീകരിക്കുകയും അതിന്റെ ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതേസമയത്ത് സമസ്ത മുഷാവറ കൂടിയിട്ട് ഒരു തീരുമാനം പറയില്ല. നിങ്ങളെല്ലാവരും നിങ്ങളെ കുട്ടികളെ അലവിദാരിമിന്റെ ദർസക്ക് പറഞ്ഞേച്ചോളിന്നോ, അല്ലെങ്കിൽ ഗഫൂർ അൻവരിന്റെ ദർസക്ക് പറഞ്ഞേച്ചോളിന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മുദരിസുമാരെ ദർസക്ക് പറഞ്ഞേച്ചോളി എന്ന് പറഞ്ഞാൽ സമസ്ത അങ്ങനെ തീരുമാനം എടുക്കൂല. ഓരോ മുദരിസിന്റെ ദർസക്ക് പറഞ്ഞേച്ചോളി നിങ്ങളെ കുട്ടികളെ എന്ന് പറയില്ല. പക്ഷെ ഒരു മുദരിസ് ശരിയല്ലെങ്കിൽ ആ മുദരിസിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ സമസ്തക്ക് ലഭിക്കുകയാണെങ്കിൽ, ബോധ്യം വരികയാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയും. അല്ലാതെ അവിടെ ഒരു മുദരിസുണ്ട്, അവർക്ക് കുട്ടികളെ പറഞ്ഞേച്ചോളി, ഇവിടെ പള്ളിക്കൊരു മുദരിസുണ്ട്, അവർക്ക് കുട്ടികളെ പറഞ്ഞേച്ചോളി എന്ന് മുഷാവറ പറയാറുണ്ട്. വ്യക്തികൾ ഒരു പക്ഷേ പറയും. സമസ്ത മുഷാവറയിലുള്ള മെമ്പർമാർ പറഞ്ഞുകൂടായികയില്ല, സംഘടന പറയില്ല. എന്നതുപോലെ തരീഖത്തിന് ഇന്നൊരു ഷെയ്ഖുണ്ട്, ആ ഷെയ്ഖിന്റെ അടുക്കൽ നിങ്ങൾ പൊയ്ക്കോളി, അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്ന ഒരു നയം, ഓരോ സംഘടനക്കും ഓരോ നയമുണ്ടാവും. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നയപരമായി തീരുമാനിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്നൊരു നയം സമസ്തക്കില്ല. സമസ്തക്ക് സമസ്തയുടേതായ ഒരു റൂട്ടുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കും, സമസ്ത എന്താ ഒരു തരീഖത്തിനെ പറ്റി പറയാത്തത്? അത് പറയില്ല. സമസ്തയുടെ മുശാവറ പറയില്ല. ഞാൻ ചോദ്യത്തിനെ പ്രസക്തിയില്ല. അതേസമയത്ത് മുശാവറയിൽപ്പെട്ട ആളുകളോട് നിങ്ങൾ സമീപിച്ചോളൂ, അവരൊരു പക്ഷേ പറഞ്ഞേക്കാം. അങ്ങനെ എത്രയോ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ തരീഖത്തിനെ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്.
തരീക്കത്ത് എന്ന് പറയുന്നത് പേച്ചതാണ്. തരീക്കത്ത് എന്ന് പറയുന്നത് പാടെ പേച്ചതാണ്. അതിന്റെ മരട് തന്നെ പേച്ചതാണ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനവുമായിട്ടും മൗദൂദി പ്രസ്ഥാനവുമായിട്ടും മറ്റുള്ള ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് കഠോരമായ യുദ്ധം ചെയ്തുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ ഫറൂഖ് സമ്മേളനം, ആ ഫറൂഖ് സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയം എന്താണ്? നല്ല തരീക്കത്തുകളെയും അതിന്റെ കൈവഴിക്കാരെയും രൂക്ഷമായി വിമർശിക്കുന്ന വഹാബി മൗദൂദി ആദികളെ പള്ളികളിൽ ഇമാമത്തിന് കൊള്ളില്ല, അവരെ ഖാലിസ്ഥാനം ഏൽപ്പിക്കാൻ പറ്റൂല, അവരെ പുറത്താക്കണം. അതാണല്ലോ അന്നത്തെ പ്രമേയം. ആ പ്രമേയമാണ് കേരളത്തിൽ 90 വർഷമായി ഏറ്റവും അധികം മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമേയം സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിലുള്ള പ്രമേയമാണ്. ആ പ്രമേയത്തിന് അതിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രമേയം ഉണ്ടായിട്ടില്ല, ഒരു സംഘടനയുടെ പ്രമേയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ത്വരീഖത്തിന്റെ അതിനെ അംഗീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അല്ലാതെ ഇവിടെ ആലുവ തരീക്കത്തേര് പറഞ്ഞ ഒരു തരീക്കത്തുണ്ടല്ലോ, പേച്ച തരീക്കത്ത്, അവര് പറയുന്നത് എന്താ? സമസ്തക്കാർക്ക് തരീക്കത്തില്ല. ഏറ്റവും കൂടുതലുള്ള പുതിയ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരെ സമസ്തക്കോ സമസ്തയുടെ പണ്ഡിതന്മാർക്കോ തരീക്കത്തില്ല എന്ന മഹാകള്ളം ലോകത്ത് ഈ അടുത്ത് നിയമസഭയിലുണ്ടായ ആ വിഷയത്തെ പറ്റി പത്രത്തിലുണ്ടായിരുന്നുണ്ട്. എന്താണ്? മുളച്ചാൽ എന്താ പറയുക, കുഴിച്ചിട്ടാൽ മുളക്കാത്ത നുണാന്ന് പത്രത്തിലുണ്ടായിരുന്നു. കുഴിച്ചിട്ടാൽ മുളക്കാത്ത നുണാന്നോ, എന്തോ നുണ. അതേമാതിരിക്കത്തെ നുണ പറയുന്ന ഇവൻ എങ്ങനെ കുത്തുബാകും? അവൻ എങ്ങനെ കുത്തുബാകും? അവൻ എങ്ങനെ മുസ്ലിമാകുമെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. എങ്ങനെ വലിയാകും, എങ്ങനെ ഷെയ്ഖാകും, എങ്ങനെ കുത്തുബാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആലിമീങ്ങളുടെ സദസ്സാണ്. തരീഖത്തിനെ അതിന്റെ ആ തരീഖത്തിന്റെ ഇസ്തിദ്ലാൽ, തരീഖത്ത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് സമർത്ഥിക്കുന്ന ഇസ്തിദ്ലാലിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാനൊരു ഉദ്ധരണി വായിക്കാം. റൂഹുൽ ബയാനിൽ നിന്നാണ് വായിക്കുന്നത്. സൂറത്തുൽ മുംതഹിനയുടെ തഫ്സീറിലാണ്. قال في بعض التفاسير أخاف أن يكون من تلك المبتدعة بعض المتصوفة من أهل زماننا. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉള്ള ചില കള്ളസൂഫിയാക്കൾ പ്രസ്തുത മുകളിൽ കുറെ മുബ്തദീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ മുബ്തദീങ്ങളിൽപ്പെട്ടവരാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലദീ യദ്ദഈ, എങ്ങനെയുള്ള ആ കള്ളസൂഫിയാണ്? യദ്ദഈ, അവൻ വാദിക്കുന്നു അന്ന ശൈഖഹു കുതുബുസ്സമാൻ, അവന്റെ ശൈഖ് കുതുബുസ്സമാനാണ് അവന്റെ വാദം. യജിബുൽ ഇഖ്തിദാഉ ബിഹി അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമും അവനെ പിന്തുടരൽ നിർബന്ധമാണെന്നാണ് അവന്റെ വാദം. ഹത്താ ഇന്നമല്ലം യകുൻ മിൻ ജുംലത്തി മുരീദി, അവന്റെ മുരീദാവാത്തവൻ കാന കാഫിറൻ, അവൻ കാഫിറാണെന്ന് അവൻ അതുവരെ വാദിക്കുന്നു. വ ഇൻ മാത, ആ ശൈഖിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ ലം യമൂത്ത് മുഅ്മിന, അവൻ മുഅ്മിനല്ല എന്നാണ് അവന്റെ വാദം. ഇത് മേൽപ്പറഞ്ഞ പുത്തൻവാദികളിൽപ്പെട്ടവനാണെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഒരു തഫ്സീറിന്റെ രചയിതാവിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഉദ്ധരിച്ചത് ഇസ്മായിലുൽ ഹിഖ്തിയാണ്. റൂഹുൽ മആനിയിലാണ് പറയുന്നത്, സൂറത്തുൽ മുംതഹിനയുടെ തഫ്സീറിൽ. ഫലാ ശക്ക എന്നിട്ട് അദ്ദേഹം പറയാ, തുടർന്ന് പറയാ, ഫലാ ശക്ക, എന്തുകൊണ്ടെന്നാൽ ഒരു സംശയവുമില്ല, അന്നലിൽ ഖുതുബിയ്യത്തിൽ ഉളുമ, ഖുതുബുസ്സമാൻ എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റ് ഉണ്ടല്ലോ, അതിനുണ്ട് ശറാഇത്ത, ഒരുപാട് നിബന്ധനകളുണ്ട്. അതിങ്ങനെ എല്ലാവർക്കും ജൽപ്പിക്കാനുള്ളതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് ജൽപ്പിക്കാനുള്ളതല്ല. പഴയ കാലത്ത് തണ്ടുനടിയുള്ള കാരണവന്മാരുള്ള കാലാണെങ്കിൽ അയാളൊക്കെ പല്ല എന്നോ തെറിച്ചുപോയിരുന്നു. പക്ഷേ ഇന്നിപ്പോ അതിനെ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. ഫലാ ശക്ക അന്ന ലിൽ ഖുതുബിയ്യത്തിൽ ഉലമാ ശറാഇത ലാ യൂജദു വാഹിദുൻ മിൻഹാ ഫിൽ കദ്ദാബീൻ. ഈ പെരുങ്കളവ് പറയുന്ന ആളുകളിൽ ഒരിക്കലും ഖുതുബിയ്യത്ത്, കുത്തുബാവുക എന്നുള്ള സ്വഭാവം ഉണ്ടാവില്ല. അപ്പൊ കദ്ദാബ് കുത്തുബാവൂല. ഇനി കുതുബുസ്സമാൻ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന, കുതുബുസ്സമാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. പ്രകാശം, ഇരുട്ടിനെ കുറിച്ച് പ്രകാശം എന്ന് പേരിട്ടാൽ അത് ഈ പുസ്തകമാണെന്ന് പറയാം. വിലായത്തുള്ളവർ വരട്ടെ, ഞാൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താം. അബൂബക്കർ ഹുദവിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഒരു കഥയില്ല എന്നുള്ള. കാരണം എന്തുകൊണ്ട്? ഹുദവി വിളിക്കാണ്. അയാള് വിദേശ പര്യടനം നടത്തുമ്പോ ഇവിടുന്ന് വിളിച്ചു, ഞാൻ നിങ്ങൾ വന്നിട്ട് എനിക്ക് ബൈഅത്ത് ചെയ്യണം.
അതുവരെ ഞാൻ നിസ്കാരത്തിൽ അങ്ങേ റബ്ബും ഇലാഹുമാക്കിക്കൊണ്ട് ഞാൻ നിസ്കരിക്കട്ടെ. നിസ്കരിച്ചോന്ന് പറഞ്ഞു. ഞാൻ അയാൾ റബ്ബും ഇലാഹുമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതുപോലും വിവരമില്ല. ഇസ്ലാമിന്റെ പ്രാഥമിക വിജ്ഞാനത്തിന്റെ വിവരമില്ലാത്തവൻ പിന്നെ എങ്ങനെ ഖുതുബാകും, എങ്ങനെ ശൈഖാകും? എന്റെ സുഹൃത്തിന് 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. ഒന്ന് ആൺകുട്ടിയാണ്, മറ്റേത് പെൺകുട്ടിയാണ്. ഒന്നിന് ഞാൻ മന്നാഉൽ ഖൈർ എന്ന് പേരിടട്ടെ, മറ്റേന് സനാ ഫാസിറ എന്നും പേരിടട്ടെ. നല്ല ഉഷാറ് പേരാണ്, അത് ഇട്ടോളൂ എന്നാണ് ഷെയ്ഖിന്റെ ഇജാസത്ത്. വ്യഭിചരിച്ച തമ്മാടി എന്ന പേരിടട്ടെ. മലയാളത്തിലല്ല, അറബിയിലാണ് ചോദിച്ചതെന്ന് മാത്രം മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലുള്ള പക്കാ നാടന്മാര്, അല്ല പൊള്ളാച്ചിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് പോലും ഇല്ലാത്ത, ഇവർക്കുള്ള അറിവ് പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഷെയ്ഖാകും, എങ്ങനെ വലിയാകും, എങ്ങനെ കുത്തുബാകും? ഈ വലിയ എന്നുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് എങ്ങനെ ഷെയ്ഖാകും, എങ്ങനെ കുത്തുബാകും? എന്റെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, പ്രകാശ് ഷാഹ് ജീലാനിസ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച 2012 ജനുവരി. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഗ്രിബ് മശ്രിക്കിനിടയിൽ, ഇതിന്റെ 2ാമത്തെ പേജിൽ പറയാണ്, മഗ്രിബിന് മശ്രിക്കിനിടയിൽ ജീവിച്ചിരിക്കുന്ന വിലായത്തുള്ളവർ എന്റെ മുന്നിലെത്തിയാൽ ഞാൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും എനിക്ക് കഴിയും. അംഗീകരിക്കാത്തവന്റെ വിലായത്ത് എടുത്തു മാറ്റാനുള്ള അധികാരം എനിക്കുണ്ട്. സംശയമുള്ളവർ പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിശോധിച്ചവരൊക്കെ പരിശോധിച്ചു, ഒരു കഥയില്ല എന്ന് മനസ്സിലായിരിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നാത്ത് കൊണ്ട് കളിക്കാനൊരുങ്ങുന്നവരുണ്ടെങ്കിൽ പൂർണ്ണ തൗഹീദിന്റെ ശക്തി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കോലം. അപ്പൊ ചുരുക്കത്തിൽ കദ്ദാബ് കുത്തുബാവൂല. ഇനി അയാൾ കദ്ദാബ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ആദ്യം ആലുവ തരീഖത്താണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ, പിന്നെ നമ്മൾ ന്യൂരിശിക്ക് കടക്കും. ഷോർട്ടായിട്ടാണ് പറയുന്നത്. ഇയാൾ കദ്ദാബ് ആണോ അല്ലേ? എന്റെ കയ്യിൽ ഇത് ജീലാനി സ്റ്റഡി സെന്റർ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖനം. വിവരക്കേടിന്റെ ഫത്വയുമായി ഒരു പണ്ഡിത സംഘടന, സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ, സംസ്ഥാന പ്രസിഡന്റ്, ജീലാനി സ്റ്റഡി സെന്റർ, ഇവര് പ്രസിദ്ധീകരിച്ച ഇവരുടെ ഒരു സംഘടനയാണ് ജീലാനി സ്റ്റഡി സെന്റർ. ഇപ്പോ ഗുസ്തിയ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ ജൗഷാദിന്റെ ഭാഷയാണ് സുന്നീസം. അപ്പൊ അതില് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മഞ്ചേരി കുത്തുബുസമാൻ ആദ്യമായിട്ട് കുത്തുബുസമാൻ എന്ന പേരിൽ വന്നിരുന്നു. അന്ന് ചന്ദ്രികയിലെ അവസാനത്തെ പേജിൽ ഒരു ഫീച്ചർ കൊടുത്തിരുന്നു, 1/2 പേജ് ഫീച്ചർ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, സംഘടന എന്ന സംവിധാനം ജൂദായിസത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത്. ഞാൻ ആ പേപ്പർ കൊടുത്തിട്ടില്ല, ഓർമ്മ വന്നപ്പോ പറഞ്ഞതാ. ജൂദായിസത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോ ആ പേപ്പർ, ആ ചന്ദ്രികാ ദിനപത്രം അവ്വൽ പേജാണ് നമ്മൾ ആദ്യം വായിക്കുക. പിന്നെ നമ്മൾ വായിക്കുക ഒടുവിലെ പേജാണ്. എന്റെ പതിവാണ് ഞാൻ പറയുന്നത്. അവ്വല് പേജ് ആദ്യം വായിക്കും, പിന്നെ ഒടുവിലെ പേജാണ് മറിക്കുക. കാരണം അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുക. പിന്നെ അപ്പൊ ഇയാളത് വായിച്ചു, നമുക്ക് കൗതുകമുള്ള വിഷയമായതുകൊണ്ട് വായിച്ചു. പിന്നെ അങ്ങനെ മറിച്ചു. അപ്പൊ സ്പോർട്സാണ്, നമുക്ക് താല്പര്യമില്ല. തൊട്ടിപ്പുറത്തുണ്ട് എന്താണ്, ജീലാനി സ്റ്റഡി സെന്റർ, ഫദ്ലുല്ലാ ഫൈസി ജില്ലാ പ്രസിഡന്റ്. സംഘടന ജൂദായിസമാണെന്ന് പറഞ്ഞ ഫീച്ചറിന്റെ ആൾക്കാർ ഇപ്പുറത്ത് പറയാണ് ജീലാനി സ്റ്റഡി സെന്റർ, ഫദ്ലുല്ലാ ജില്ലാ പ്രസിഡന്റ്. അപ്പൊ അതോ, ഈ പച്ച കള്ളം പറയുന്ന ആൾക്കാർ ഇതിന് പറ്റുമോ? ഈ പണിക്ക് പറ്റുമോ? ശരിക്കും ആലോചിക്കേണ്ടതല്ലേ? നിഷ്പക്ഷമായിട്ട് നമ്മൾ ഒരു വിഭാഗത്തെ കൊച്ചാക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ അവരുടെ ഇങ്ങോട്ടുള്ള ഭാഷ അത്രയും മോശമാകുമ്പോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇതിന്റെ 3ാമത്തെ പേജിൽ പറയാണ്, ഇതിന്റെ പേര് വിവരക്കേടിന്റെ ഫത്വയുമായ ഒരു പണ്ഡിത സംഘടന എന്നാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് അഹമ്മദ് ജിഫ്രി തങ്ങളാണ്. അന്ന് അദ്ദേഹം ഈ യൂസുഫ് കളരിക്കൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ, യൂസുഫ് കളരിക്കൽ അറിയില്ലേ, യൂസുഫ് തുരുത്തിൽ സ്വദേശി യൂസുഫ് കളരിക്കൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ 1ാം ഖലീഫയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ ഇല്ല. എന്തുകൊണ്ടില്ല? അത് വേറെ കാര്യം, അത് വ്യക്തിപരമായ വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല.
അപ്പോ ഇതിൽ പറയാണ്, കേരള മുസ്ലിങ്ങളുടെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും മുസ്ലിം ലീഗും ചെയ്യുന്ന സേവനങ്ങൾ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ വാഴ്ത്തിപ്പറഞ്ഞതോടെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ക്രൂരമായി വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഏപ്പിക്കാർക്കെതിരിലിറക്കിയതാണ്. ഇതിൽ പറയുന്നത് എന്താ? മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും, പുരോഗതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പുരോഗതി ഉണ്ട്, അത് മുസ്ലിം ലീഗ്. മതപരമായ പുരോഗതി ഉണ്ട്, അത് സമസ്ത. ഇതിനു വേണ്ടി മതപരമായ ഐക്യമുണ്ട്, അത് സമസ്ത. അതുപോലെ രാഷ്ട്രീയമായ ഐക്യമുണ്ട്, അതിന് മുസ്ലിം ലീഗും. അതാണല്ലോ ഐക്യവും പുരോഗതിയും. ഇതിനുവേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും ചെയ്യുന്ന സേവനങ്ങൾ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ വാഴ്ത്തിപ്പറഞ്ഞതോടെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ക്രൂരമായി വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ് ഇയാള് ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ 2006 മാർച്ച് മാസം 29-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ ഇതിനെക്കുറിച്ച് ദീർഘമായി പഠനം നടത്തിക്കൊണ്ട് ഈ സംഘം, ആലുവ യൂസുഫ് സുൽത്താൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തിയുടെ തരീഖത്തുമായിട്ട് പൊതുജനങ്ങൾ അതുമായി ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഹ്വാനം ചെയ്യുകയും അത് പിഴച്ചതാണെന്ന് സമൂഹത്തെ തെര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പൊ അവർ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹാബി സംഘടനയാണ്. സമസ്തയുടെ സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാരനാണ്. സമസ്തയുടെ സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഹാബി ചാരനാണ്. സമസ്തയുടെ സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടുത്ത ശിയാവാദിയാണ്. ഇത് പെരും കളവല്ല. ഇവിടുത്തെ നാടന്മാർക്ക് പോലും അറിയപ്പെട്ട ചരിത്രമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. വലിയ മഹാനാണ്. ഇതറിയാത്ത ആരാളത്? ഈ പെരുങ്കള്ളൻ പിന്നെ എങ്ങനെ കുറ്റമാകും? ഇവൻ എങ്ങനെ ഷെയ്ഖാകും? ഭാഷ കനപ്പിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നമുക്ക് പഠിപ്പിക്കപ്പെട്ടൊരു സംസ്കാരമുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അപ്പുറമൊക്കെ പറയാൻ നമുക്ക് സാധിക്കും. ഈ അബ്ബാസിന്റെയും ഫദ്ലുള്ളന്റെ ഒക്കെ ചില പ്രസംഗം കേൾക്കുമ്പോ നമുക്കും അതേമാതിരി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരെന്തൊക്കെയാണ് എഴുതുന്നത്? ആദ്യകാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി എഴുതിയത് ജീലാനി സന്ദേശം ഖിലാഫത്ത് വാർഷിക സമ്മേളന സ്പെഷ്യൽ 2007-ലാണ്. സമസ്തയുടെ തീരുമാനം വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ 20-ാമത്തെ പേജിൽ പറയാണ്, എന്താ പറയുന്നത്? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും ത്വരീഖത്തുകാരനായിരുന്നു. എന്താ പറഞ്ഞത്? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ത്വരീഖത്തുകാരനായിരുന്നു. എന്നാൽ ഇപ്പൊ അവർ എന്താ പറയുന്നത്? ഒരു ഉദാഹരണം പറയാം. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി ഏറ്റവും പുതിയ അവരുടെ വിമർശനം. ബഹുമാനപ്പെട്ട ഇപ്പൊ അവര് പറയുന്നത് ഇത് പ്രകാശം എന്ന അവരുടെ പുസ്തകമാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി ഇപ്പൊ പറയുന്നത് ഈ പ്രകാശം, അതിന്റെ ഒരു 2013 പ്രകാശമാണ്. ഇതിന്റെ 102-ാമത്തെ പേജിൽ പറയുന്നത് എന്താ പറയുന്നത്? സമസ്തയുടെ സ്ഥാപക നേതാവെന്ന് അറിയപ്പെടുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഭവ്യതയോടെ ആദരിച്ചത്? ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ലോഗൻ സാഹിബുമായി വരക്കൽ തങ്ങൾക്ക് അടുത്ത സൗഹൃദം പുലർത്തിയത് എന്തുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വരക്കൽ തങ്ങളെ ബ്രിട്ടീഷുകാരനായിട്ടും അതുപോലെ വഹാബിചാരനായിട്ടും ഷിയാവാദിയുമായിട്ടാണ് ഇവരിപ്പോ പറയുന്നത്. ഇത് പെരുങ്കളവല്ല. ഈ കളവ് പറയുന്നവർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2006-ലുള്ള മുശാവറിനെ പറ്റി പറഞ്ഞോട്ടെ. തങ്ങൾക്കെതിരിൽ തീരുമാനമെടുത്ത ഒരു സംഘം എന്ന നിലക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ വെറുപ്പ്, അത് മൈക്കകളിലൂടെയോ സദസ്സുകളിലൂടെയോ പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ പ്രശ്നമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ മഹാപണ്ഡിതന്മാർ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറ്റി എന്താ പറഞ്ഞത്?
എന്താ പറഞ്ഞത്? എന്താണ് അയാൾ പറഞ്ഞത്? വെറുങ്ങലിച്ച് പറയാൻ പറ്റും നമുക്ക്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറ്റി പറഞ്ഞത് ഈ രാജ്യത്ത് 1300 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നുവന്ന വഹാബി പ്രസ്ഥാനത്തെ നഖശികാന്തം എതിർക്കാൻ വേണ്ടി സ്വന്തം ജീവിതവും അധ്വാനവും സമർപ്പിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറ്റി എന്താണ് ഇവൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെറുങ്ങലിച്ചു ചത്തു. ഈ ക്ലാസ് റൂം ഉണ്ടായതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റൂല. കാരണം നമ്മളെ സദസ്സ് മാത്രമല്ല കേൾക്കുന്നത്, ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി സമസ്തയെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു ഭാഗം കേൾക്കുക. ആദ്യകാലത്ത് പറഞ്ഞത് സമസ്ത മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ച സമസ്ത എന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയുന്നത് ഇതാ പ്രകാശം 2014 പറഞ്ഞതെന്താണെന്നറിയോ? ഇതിന്റെ 3-ാമത്തെ പേജിൽ പറയാണ്, എന്താ പറയുന്നത്, ഏതാനും ഇത് മുരീദന്മാരല്ല, ഏതെങ്കിലും ചപ്പടാച്ചി ലേഖകരല്ല എഴുതുന്നത്, കുത്തുബുസ്സമാനാണ് എഴുതുന്നത്. കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എന്താണ്? ലോകത്ത് ഒരു കുത്തുബ് ഒരിക്കലും ഒരു കുത്തുബേ ഉണ്ടാവുള്ളൂ എന്ന്. ഔലിയാക്കളുടെ സഭയിൽ നിന്ന് ലോകത്തിന്റെ ആത്മീയ നിയന്ത്രണത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്യുന്ന ഏകാംഗ, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏകാംഗ കമ്മീഷൻ എന്നൊക്കെ പറയാറില്ലേ, ആത്മീയ ലോകത്തുള്ള ഏകാംഗ വ്യക്തിത്വമാണ് കുത്തുബ് എന്ന് പറയുന്നത്. അൽ കുത്തുബ് അൽ ഔസു ഹുമാ വാഹിദുൻ. കുത്തുബും ഔസൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള കുത്തുബാ പറയുന്നത്. കുത്തുബ് സമാൻ, കാലഘട്ടത്തിന്റെ കുത്തുബ്. അയാൾ പറയാ, ഏതാനും അറബി പുസ്തകങ്ങൾ വായിക്കാനും ഭാഷാന്തരം ചെയ്യാനുമുള്ള കഴിവിനെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിനുള്ള യോഗ്യതയായി കണക്കാക്കുകയാണിവർ. ഏതാനും അറബി പുസ്തകം, വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്കും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കും അതുപോലെ ശംസുല്ലുലമാക്കും കണ്ണിയത്ത് ഉസ്താദിനൊക്കെ ഏതാനും അറബി പുസ്തകങ്ങൾ വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നത്. ഇത് ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ചോ കാളമ്പാടി ഉസ്താദിനെ പറ്റിയോ കോയക്കുട്ടി ഉസ്താദിനെ പറ്റിയോ ഓട്ടുമല ബാപ്പ ഉസ്താദിനെ പറ്റിയോ പറയുകയായിരുന്നുവെങ്കിൽ അത് തീരുമാനമെടുത്തതിന്റെ പേരിലുള്ള വെറുപ്പും ഉദ്ദേശം പ്രകടിപ്പിച്ചതായിരിക്കാം. മനുഷ്യനല്ലേ എന്ന് നമുക്ക് ഒരുപക്ഷെ സമാധാനിക്കാൻ കഴിയും, നിഷ്പക്ഷതയോടുകൂടി ആലോചിക്കാൻ. ഇതാരെ പറ്റിയാ പറയുന്നത്? സമസ്തയുടെ സ്ഥാപകകാല നേതാക്കളെ പറ്റിയാണ്. ഈ ഫോട്ടോയിലുള്ള, നിങ്ങൾ കാണുന്നില്ലേ ഫോട്ടോ? അയാൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും. ഏതാനും അറബി പുസ്തകങ്ങൾ വായിക്കാനും ഭാഷാന്തരം ചെയ്യാനുമുള്ള കഴിവിനെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിനുള്ള യോഗ്യതയായി കണക്കാക്കുകയാണിവർ. എന്നിട്ട് പറയാം, ഇന്ത്യയിൽ പണ്ഡിത സഭയുടെ രൂപീകരണം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാ മൂക്കത്ത് കൈവെക്കുകയായിരുന്നു. ഏതാണ് ഔലിയ, ഏതാണ് ആ മൂക്ക്? ആ ഔലിയാക്ക് മൂക്കില്ല. അതിന്റെ പിന്തുണക്കാരനാണ് ഇപ്പൊ ഇയാള്, മൂക്കില്ലാത്ത ഔലിയ. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും ഓർക്കും. ഇബ്ലീസിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ സാഹചര്യത്തെ മാറ്റാൻ ഔലിയാക്കൾക്കെതിരെ സമരം ചെയ്തിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ രൂപം നൽകിയ ദുഷിച്ച പണ്ഡിതരുടെ കഥകൾ വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുഷിച്ച പണ്ഡിതന്മാർ ആരെ പറ്റിയാ പറയുന്നത്? മഹാനായ കല്ലിയത്ത് ഉസ്താദ് സ്ഥാപകാംഗം, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, അതുപോലെ സദഖത്തുള്ള മുസ്ലിയാർ പോലുള്ള സ്ഥാപകാംഗങ്ങളെ പറ്റി പറഞ്ഞത് ദുഷിച്ച പണ്ഡിതന്മാർ. തീർന്നില്ല. ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഇതിൽ തന്നെ പറയാണ്. കേരളത്തിലുള്ള മതവിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ സംവിധാനമാണ് മദ്രസാ പ്രസ്ഥാനം. ഈ മദ്രസാ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് ഇസ്ലാമിന്റെ വെളിച്ചം കേരളത്തിൽ നിലനിൽക്കുന്നത് പോലെ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ മറ്റു സ്ഥലങ്ങളിലോ ഇല്ല. ആന്ധ്രാപ്രദേശിൽ ഒരു സന്ദർശനാർത്ഥം ചെന്ന ആളുകൾ റമളാൻ മാസത്തിൽ പകലുണ്ടത്ര അതേമാതിരി ചായയും വായിക്കുന്നു. അപ്പൊ അവർക്ക് റമളാനായവർ അറിഞ്ഞിട്ടില്ല. ഈ കോലത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് കേരളീയ മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ മദ്രസാ പ്രസ്ഥാനാണ് എന്നുള്ളത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ അവരെന്താണ് മദ്രസാ പ്രസ്ഥാനത്തെ പറ്റി ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ്? ഈ പ്രകാശം 2013 103-ാമത്തെ പേജിൽ പറയാം.
ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കലാണോ ഇസ്ലാം മതം? അത് പിഴച്ച് പൈതൃകമുള്ളൊരു സംഘടനയുടെ ശ്രദ്ധിക്കുക. സ്വവർഗ ലൈംഗികതയുടെ സാമ്രാജ്യത്വങ്ങളിൽ രാജാക്കന്മാരാകാൻ മാത്രം യോഗ്യതയുള്ള ആകെയുള്ള യോഗ്യത എന്താണെന്നറിയോ? സമസ്തയുടെ ഇത് മദ്രസ പ്രസ്ഥാനത്തിലുള്ള ഉസ്താദുമാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. സ്വവർഗ ലൈംഗികതയുടെ സാമ്രാജ്യത്വങ്ങളിൽ രാജാക്കന്മാരാകാൻ മാത്രം യോഗ്യതയുള്ള ഇവരുടെ ഒരു പ്രയോഗം. അബ്ബാസൊക്കെ സാധാരണ പറയാറുണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ രാജകുമാരൻ. പിന്നെന്താണ്? യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ ബുദ്ധ ബില്ലഹു. അതേ ഭാഷ. എന്നിട്ട് പറന്നെ രാജകുമാരൻ, പ്രകാശം, മറ്റേത് മറിച്ച് ഇങ്ങോട്ട് പറന്നെ, തൊള്ള കൊണ്ട് പറയാ എന്നതുപോലെ ഇവിടെ പറയാ. സ്വവർഗ ലൈംഗികതയുടെ സാമ്രാജ്യത്വങ്ങളിൽ രാജാക്കന്മാരാകാൻ മാത്രം യോഗ്യതയുള്ള അറബി അറിയുന്ന താടിയും ഭീമൻ തലയിൽ കെട്ടും ഒല്ലിയും ധരിച്ച ഒരു വിഭാഗമാണോ മതനേതാക്കൾ? ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞു? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഇത് ശരിക്ക് തിരിച്ച് അങ്ങോട്ട് ആരോപിക്കേണ്ടതാ. സ്വന്തം ഷെയ്ഖിനെ പറ്റി പറയാനുള്ളതാണിത്. പക്ഷെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, ആ രംഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2006 തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അനേകം ആളുകൾ അതിന്റെ നേതാക്കന്മാരെ സമീപിച്ചുകൊണ്ട് ഇത്യാദി ഈ ഷെയ്ഖിനെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തീരുമാനമെടുക്കാനുള്ള ആധികാരികത എന്ന നിലക്ക് ആശയപരമായ രൂപത്തിലൂടെ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം എന്ന സുചിന്തിതമായ ഒരു പക്വമാർന്ന ഒരു ശൈലിയാണ് സമസ്ത അന്ന് സ്വീകരിച്ചത്. ഇവര് പറയുന്നത് എന്താണ്? ഈ വാക്ക് എത്ര ഗൗരവപ്പെട്ട വാക്കാണിത്. സ്വവർഗ ലൈംഗികതയുടെ സാമ്രാജ്യത്വങ്ങളിൽ രാജാക്കന്മാരാകാൻ മാത്രം യോഗ്യതയുള്ള അറബി അറിയുന്ന താടിയും ഭീമൻ തലയിൽ കെട്ടും ഒല്ലിയും ധരിച്ച ഒരു വിഭാഗമാണോ മതനേതാക്കൾ? ഈ കോലത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ അവഹേളിച്ച് എവിടെത്തിയെന്നറിയോ? കുഫറിന്റെ വാക്ക് വരെ ഇയാളെ മുരീദന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് കൽബ് തട്ടി പറഞ്ഞതാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ട് കുഫറിന്റെ ഫത്വ നടത്താൻ പറ്റൂല. പക്ഷേ ആ വാക്ക് കുഫറിന്റെ വാക്കാണ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ആലുവരീക്കത്തുകാരനോ അതിന്റെ ശൈഖോ അതിന്റെ കൂലി പ്രാസംഗികരോ അത് തെറ്റാണ് എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പല സ്ഥലത്തും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും ആ വാക്ക് ഞങ്ങളിൽ നിന്ന് തെറ്റുപറ്റിയതാണ് എന്ന് ഇന്നേ വരെ അവർ പറഞ്ഞിട്ടില്ല. കുഫറിന്റെ വാക്ക് പറയുന്നവനാണോ തരീഖത്തുകാരൻ? ഞാനത് വായിച്ചു തരാം. ഏതാണത്? ഇവരുടെ മാറ്റലി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. ആദ്യകാലത്ത് സമസ്ത തീരുമാനമെടുക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്ന മാറ്റലി എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണം. ആ പ്രസിദ്ധീകരണത്തിൽ കുഫറിന്റെ വാക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാറ്റലി 2006 ഏപ്രിൽ 10, മാർച്ച് 29 സമസ്ത തീരുമാനം എടുക്കുന്നത്. അതിന്റെ 10 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിയ പ്രസിദ്ധീകരണം. മാർച്ച് 29 തീരുമാനമെടുത്തു, ഏപ്രിൽ 10 ഇറങ്ങിയ മാറ്റലിയിൽ പറയാം. എന്താ പറയുന്നത് അറിയോ? ആരിഫീങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിവിട്ട കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ലിപി മനഃപ്പാഠമാക്കിയ ബാഹ്യമത പണ്ഡിതന്മാർക്ക് ഒരിക്കലും നബിമാരുടെ അനന്തര സ്വത്ത് ലഭിക്കുന്നില്ല. അവർ നമ്മളെ ഫിഖഹി കിതാബുകളെ പറ്റി പറയാം. ലാഹിരി ആലിമീങ്ങൾ ഫിഖഹിന്റെ കിതാബുകൾ പഠിച്ചവരായിരിക്കുമല്ലോ. ആ കിതാബുകൾ അവർ നബിമാരുടെ അനന്തരാവകാശികളാകുന്നുമില്ല, മറിച്ച് അവർക്ക് ലഭിച്ച വിജ്ഞാനം ഇബ്ലീസിനുണ്ടായിരുന്ന വിജ്ഞാനം പോലെ തള്ളപ്പെടേണ്ടതും ഉപകാരമില്ലാത്തതുമാണ്. നൂറുൽ അബ്സാറും ഫത്ഹുൽ മുഈനും തുഹ്ഫയും ശറഉൽ മുഹദ്ദബും ഇബ്ലീസിനുണ്ടായിരുന്ന വിജ്ഞാനം പോലെ ഉപകാരമില്ലാത്തതാണ്, തള്ളപ്പെടേണ്ടതാണ്. തീർന്നില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ലഭിച്ചത് ഇബ്ലീസിന്റെ അനന്തര സ്വത്താണെന്നത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. അമ്പിയാക്കൾ വഹയിലൂടെ നമ്മിലേക്ക് എത്തിച്ചെന്ന ഇൽമിനെ പറ്റി പറയാണ് ഇബ്ലീസിന്റെ അനന്തര സ്വത്ത്. തീർന്നില്ല. വീണ്ടും ഇതിനെപ്പറ്റി അവർ എഴുതാ. എന്താ എഴുതുന്നത്?
ഇവിടെ തന്നെ ആരിഫീങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിവിട്ട കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ലിപി മനപ്പാടമാക്കിയ ബാഹ്യമത പണ്ഡിതന്മാർക്ക് ഒരിക്കലും നബിമാരുടെ അനന്തരസ്വത്ത് ലഭിക്കുന്നില്ല. അവർ നബിമാരുടെ അനന്തരാവകാശികളാകുന്നുമില്ല. മറിച്ച് അവർക്ക് ലഭിച്ച വിജ്ഞാനം ഇബ്ലീസിനുണ്ടായിരുന്ന വിജ്ഞാനം പോലെ തള്ളപ്പെടേണ്ടതും ഉപകാരമില്ലാത്തതുമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ലഭിച്ചത് ഇബ്ലീസിന്റെ അനന്തരസ്വത്താണെന്നത് തിരിച്ചറിയേണ്ടതാണ്. ഇത് കുഫറിന്റെ വാക്കല്ല. ഇത് സ്വബോധത്തോടുകൂടി പറയാൻ പറ്റുമോ? അപ്പോ ചിലപ്പോ നമ്മളൊക്കെ മിർഖാത്തിലൊക്കെ കാണും, മഹാനായ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഞാൻ എന്റെ ജീവിതം വജീസ്, വസീത്ത്, ബസീത്ത് പോലുള്ള ഫിഖ്ഹിന്റെ ബൃഹത്ത് ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിൽ പാഴാക്കിക്കളഞ്ഞു എന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ടില്ലേ? ആ ഗസാലി ഇമാം ആ പറഞ്ഞതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഷഹറാനി തങ്ങൾ തന്റെ അൽ യവാഖിത്ത് വൽ ജവാഹിറിൽ പറയുന്നു, അത് സക്റിന്റെ ഹാലത്തിൽ പറഞ്ഞതാണ്. സക്ർ ലഹരി, സക്റിന്റെ അവസ്ഥയിൽ പറഞ്ഞതാണ്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ കള്ളുടിച്ച ലഹരിയല്ലോ, ആത്മീയ രംഗത്തുള്ള ലഹരി. ആ ഘട്ടത്തിൽ പറഞ്ഞതാണ്. അതിനൊരിക്കലും തന്നെ അത് ഏറ്റെടുത്തു പറയാനുള്ള പ്രാധാന്യം അതിന് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഈ ഔലിയാക്കൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക എന്ന് പറയുന്ന ആ ഒരവസ്ഥയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? ഞാൻ അതേമാതിരി നമുക്കും പറയാനാ. അപ്പൊ സക്റിന്റെ ഹാലത്തിൽ ഗസാലി ഇമാം പറഞ്ഞ ആ വാക്യം അത് സാമാന്യമായി പൊതുജനത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും കൊട്ടിപ്പാടാനുള്ളതല്ല. ഇവരെഴുതിയതാണ്. ഇതുവരെ ആ വാക്ക് തെറ്റായി എന്ന് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളിൽ നിന്ന് വന്ന് തെറ്റാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വാക്കിൽ നിന്ന് തൗബ ചെയ്യാത്തവൻ അവൻ എന്ത് തരീഖത്ത്, എന്ത് ഷെയ്ഖ്, എന്ത് കുത്തുബ് സമാൻ. ഞാൻ പറഞ്ഞു, കളവ് പറയുന്നവൻ കുത്തുബല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹാബിയാണ് സ്ഥാപിച്ചത് എന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് സ്ഥാപിച്ചത് എന്നതിന് ഇവർ പറയുന്ന ന്യായങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ശരിക്കും ശ്രദ്ധിക്കണം. അതിനവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമസ്തയുടെ 930-കൾക്ക് ശേഷമുള്ള ചില പ്രമേയങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സംഘടന കോൺഗ്രസിന് എതിരും ഗവൺമെന്റ് കക്ഷിയായിരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത്. നല്ല മനസ്സിലാക്കണം. ഇത് മമ്പറങ്ങളുടെ പാരമ്പര്യത്തിനെതിരാണ്. ബ്രിട്ടീഷുകാർക്ക് അനുകൂലം നിൽക്കുന്ന സമസ്തയുടെ ഈ പ്രമേയം മമ്പറങ്ങൾക്കെതിരാണ്. അതുപോലെ ഉമർ ഖാദിക്കെതിരാണ്. അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രമായി പ്രതികരിച്ച ആ പാരമ്പര്യത്തിന് ആലി മുസ്ലിയാർക്കെതിരാണ്. അതുപോലെ വാര്യംകുന്നത്ത് കുന്നഹമ്മദാജിക്കെതിരാണ്. അവ കേൾക്കുമ്പോൾ അത് ശരിയാന്ന് നമുക്കും തോന്നും, അല്ലേ? എന്നാൽ ചരിത്രപരമായ വങ്കത്വവും ചരിത്രപരമായ വിഡ്ഢിത്തവും ചരിത്രപരമായ അജ്ഞതയും നമ്മളെ കൂട്ടത്തിൽ നിന്ന് അയാളൊപ്പം പേര് നടന്നപ്പോ ഈ ആൾക്കാരൊക്കെ പറ്റ ജാഹിലികളായി. നല്ല കഴിവുള്ള ആളുകളൊക്കെ ഇപ്പോ അയാളൊപ്പം, അതാണല്ലോ നാറിയോനെ പേറിയോനും നാറും എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് തരം താഴ്ന്നുകൊണ്ടിരിക്കുക. എന്റെ സുഹൃത്തുക്കളെ, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? 1921 വരെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ സായുധപരമായി നേരിട്ട സ്വഭാവമായിരുന്നു. 1921 ബ്രിട്ടീഷുകാർ ഇവിടെ മലബാർ ലഹളയിൽ, അല്ലെങ്കിൽ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ, അല്ലെങ്കിൽ മലബാർ കലാപത്തിൽ, എന്ത് പേരിട്ടാലും വേണ്ടില്ല, ബ്രിട്ടീഷുകാർ നമ്മൾ അടിച്ചമർത്തി, ആയിരക്കണക്കിന് ആളുകളെ നാടുകടത്തി, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടായി? 1921 ശേഷം രാജ്യം മൊത്തത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഗതി മാറ്റി. പിന്നെ സായുധ സമരം ഉണ്ടായില്ല. ചിന്തിക്കുന്ന ആളുകൾക്കറിയാം. മാത്രമല്ല, അത് ഖിലാഫത്ത് സമരമായിരുന്നു. ഈ ഖിലാഫത്ത് സമരത്തിന് ഊർജവും അതിന് പിന്തുണയും സമർപ്പിച്ചത് അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയായിരുന്നു. പക്ഷേ 1921 മുസ്ലിമീങ്ങൾക്ക് തീരാ നഷ്ടമുണ്ടായപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിച്ച എന്താണെന്നറിയോ? മലബാർ കലാപം മാപ്പിളമാരുടെ അറിവില്ലായ്മയും മതഭ്രാന്തിന്റെയും കാരണത്താലുണ്ടായതാണ്. അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിദ്ധീകരിച്ച എഴുതിയത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതുമായ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ അതിന് നിശ്ചിതമായി കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട് മുസ്ലിമീങ്ങൾക്കെതിരായി മാറി. മാത്രമല്ല, 1930 ആയപ്പോഴത്തേക്ക് കോൺഗ്രസിൽ ഹൈന്ദവ വർഗീയത വളർന്നു വന്നു.
രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രം എന്ന സിദ്ധാന്തം വളർന്നു വന്നു. ഇപ്പൊ തന്നെ നരേന്ദ്രമോദിന്റെ കീഴിൽ നമ്മളെ അവസ്ഥ എന്താ? അന്ന് ഇന്ത്യക്ക് മതേതര ഭരണഘടനയില്ല. അന്ന് ഹിന്ദു രാഷ്ട്രം എന്ന പേരിൽ ഇവിടെ ഒരു രാഷ്ട്രം നിലവിൽ വന്നാൽ എന്തായിരിക്കും നിന്റെയും എന്റെയും അവസ്ഥ? ആലോചിക്കേണ്ടതല്ലേ? ആ ഒരു പ്രത്യേക രാഷ്ട്രീയ ഘട്ടത്തിൽ സമസ്ത പോലുള്ള പണ്ഡിത സഭകൾ എങ്ങനെ പ്രതികരിക്കണം? 1930-കൾക്ക് ശേഷമുള്ള സ്വാതന്ത്ര്യ സമരം ഉമർഖാലിന്റെ സമരമായിരുന്നോ? വാര്യംകുന്നത്തിന്റെ സമരമായിരുന്നോ? ആലി മുസ്ലിയാരുടെ സമരമായിരുന്നോ? മമ്പറന്നങ്ങളുടെ സമരമായിരുന്നോ? ആയിരുന്നു. 1930 ശേഷം 47 വരേക്കുമുള്ള 17 വർഷ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാവരും സംയുക്തമായി അസംബ്ലിയിലേക്ക് മത്സരിച്ചുകൊണ്ട് സംയുക്ത കൂട്ടുഭരണം നടത്തുകയല്ലേ ചെയ്തിരുന്നത്? അല്ലേ? മുസ്ലിം ലീഗിന് ഇവിടെ MLA-മാരുണ്ടായിട്ടില്ലേ? ബ്രിട്ടീഷുകാരോട് ഒന്നിച്ച് വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷുകാരോട് ഒന്നിച്ച് ഭരണം നടത്തുന്ന ആ പരിതസ്ഥിതിയിൽ അന്ന് എന്താ സമസ്ത പ്രമേയം പാസ്സാക്കേണ്ടത്? ബോംബിട്ടുകാണ്ട് ബ്രിട്ടീഷുകാരെ ആട്ടണമെന്നാ? എന്നാ പിന്നെ എന്തിനാണ് നമ്മൾ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കണ്ട് അവരെ മദ്രാസിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കോ പറഞ്ഞയച്ച പിന്നെന്തിനാ? അപ്പൊ 1926-ലാണ് സമസ്ത രൂപീകരിക്കുന്നത്. അതിനുശേഷമുള്ള രാഷ്ട്രീയ തീരുമാനം മാറിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോടുള്ള സമീപനം മാറിയിട്ടുണ്ട്. തന്ത്രപരമായി ബ്രിട്ടീഷുകാരെ രാജ്യത്തിൽ നിന്ന് പറഞ്ഞേക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രമേയങ്ങളും രാഷ്ട്രീയമായ ശൈലികളും അത് ഈ പഹയന്മാർക്ക് മനസ്സിലാവുന്നില്ല. അത് വെച്ചിട്ടാ സമസ്തയുടെ ഈ പ്രമേയം വെച്ചിട്ട് സമസ്ത ബ്രിട്ടീഷ് ചാരസംഘടനയാണ്. അപ്പൊ അച്ഛ നോണയും പറയുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പറ്റി ഷിയ ആശയക്കാരനാണെന്നാണ് മിന്നാന്ന് വരെ കളമശ്ശേരിയിൽ ഇവരിൽ പ്രസംഗിച്ചത്. എന്താണെന്നറിയോ? ഖിലാഫത്ത് കയ്യാളേണ്ടത് തങ്ങന്മാരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു എന്ന് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന പരപ്പിൽ മുഹമ്മദ് കോയയുടെ ഈ പുസ്തകത്തിന്റെ 438 പേജിലുള്ള ഒരു പരാമർശമാണ് അവര് എടുത്തു കാണിക്കുന്നത്. ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളി. 438 പേജിൽ എന്താണ്? സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ എതിരാളിയായിട്ടാണ് മുല്ലക്കോയ തങ്ങൾ അറിയപ്പെട്ടിരുന്നത്. മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരക്കും മാത്രമേ ഖിലാഫത്ത് നടത്താൻ അധികാരമുള്ളൂ എന്നായിരുന്നു മുല്ലക്കോയ തങ്ങളുടെ വാദം. ഇത് ഖിലാഫത്തിനെതിരായ ബ്രിട്ടീഷ് സർക്കാരിന് അദ്ദേഹത്തെ പോലുള്ള ഒരു ആത്മീയ നേതാവിൽ ബഹുമാനം വർദ്ധിപ്പിക്കാനിടയാക്കി. ഈ എതിർപ്പ് അധികകാലം നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കണ്ടോ? മതപരവും രാഷ്ട്രീയപരവുമായ സംഭവങ്ങൾക്കും ആത്മീയ ബോധനത്തിനും ശക്തമായ നേതൃത്വം നൽകി. ബ്രിട്ടീഷ് ശക്തിക്ക് എതിരായിരുന്ന ഉറച്ച ശബ്ദമായിരുന്നു മുല്ലക്കോയ തങ്ങൾ. അതായത് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം വന്നപ്പോ ഇവിടെ മുസ്ലിമീങ്ങൾ ഖിലാഫത്തുമായിട്ട് ഇപ്പോ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് ആലി മുസ്ലിയാർ ഒരു ഖലീഫയായിട്ട് ഒരു രാഷ്ട്രം രൂപീകരിച്ചു. 13 ദിവസത്തെ ആഴ്ചയിലുണ്ടായത്. ഇവിടെ തങ്ങന്മാരുണ്ടാകുമ്പോൾ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ തങ്ങന്മാരുണ്ടാവും. തങ്ങന്മാരാണ് ഖുറൈശ്. ഈ നാട്ടിലുള്ള ഖുറൈശാണ് തങ്ങന്മാരാ. നമ്മളെ നാട്ടിൽ ഖുറൈശി വിഭാഗം എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നവർ തങ്ങന്മാര് മാത്രമാണ്. ഇവിടുത്തെ ഖിലാഫത്ത് തങ്ങന്മാരിൽ യോഗ്യരുണ്ടാകുമ്പോൾ പിന്നെ ആരാ നടത്തേണ്ടത്? ഖലീഫ എന്ന ഇസ്ലാമിക ഖലീഫ എന്ന പേര് ആർക്കാ കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ കേരളത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കാം. പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം. ഖലീഫ എന്ന ഔദ്യോഗിക പദവിയിൽ നമ്മൾ ഒരാളെ വാഴ്ത്തുകയാണ്. നമ്മൾ ആരെ വാഴ്ത്തുണ്ട്? ഇവിടെ പാണക്കാട് തങ്ങന്മാരുണ്ടാവുമ്പോ എനിക്കും അങ്ങക്കോ പറ്റുമോ? അൽ അഇമ്മത്തു മിൻ ഖുറൈശ് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈ കേരളീയ ഇന്ത്യൻ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ ആ വാക്കിനെ മനസ്സിലാക്കാൻ കഴിയാതെ തങ്ങന്മാർക്ക് മാത്രമേ ഖലീഫ ഭരണം നടത്താൻ പറ്റുള്ളൂ, അലി കുടുംബത്തിന് മാത്രമേ ഭരണം നടത്താൻ പറ്റുള്ളൂ എന്ന ഷിയാക്കളുടെ ആ വാദമല്ല. കേരളീയ സാഹചര്യത്തിൽ ഇവിടെ ഖുറൈശികളായിട്ട് തങ്ങന്മാരേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ ആ വാക്ക് പറഞ്ഞത്. അത് ശരിയായിരുന്നില്ലേ?
ആനി മുസ്ലിയാരുടെ നീക്കം അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അദ്ദേഹം ധീരനായി മരിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നടപടി മുസ്ലിമീങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ വരുത്തിച്ചത്? എന്താ വരുത്തിച്ചത്? 13 ദിവസത്തെ ഒരു ഭരണം സ്ഥാപിച്ചപ്പോഴത്തേക്ക് എത്ര മുസ്ലിമീങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു? ഈ മുസ്ലിം സ്ത്രീകൾ ബലാത്സംഗത്തിനും മറ്റുള്ള തോന്നിവാസത്തിനും ഇടവരുത്തുന്ന വിധത്തിലുള്ള ഒരു ഖിലാഫത്ത് നമുക്ക് വേണോ? അതൊരു ചോദ്യമാണ്. അത് ചരിത്രത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ നിലപാട് ഒരിക്കലും ഷിയാവാദമല്ല. അത് മനസ്സിലാക്കാൻ പാണ്ഡിത്യമോ പക്വതയോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിമർശനം. അപ്പൊ ചുരുക്കത്തിൽ സമസ്ത എന്നുള്ള വാദം ചരിത്രപരമായ അജ്ഞതയാണ്. ഒരിക്കൽ മുല്ലക്കോത്തങ്ങൾ ഷിയയാണ് എന്നുള്ള വിമർശനം അറിവില്ലായ്മയാണ്. അതുപോലെ സമസ്ത വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന വാദം അത് തികച്ച വങ്കത്വമാണ്. ഈ വാദങ്ങൾ ഉന്നയിക്കുന്ന കദ്ദാബ് കുത്തുബാവാൻ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട റൂഹുൽ മആനിയിൽ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അത് മതി അയാൾ ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ. ഇനി ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവര് കടന്നു വന്ന സമസ്തയുടെ ഈ മുശാവറയുടെ തീരുമാനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇവരുടെ വാദം എന്തായിരുന്നു? തന്റെ ത്വരീഖത്തിൽ കടന്ന ആൾക്കാർ മാത്രമേ മുഅ്മിനാകുള്ളൂ, ബാക്കിയുള്ളവരും മുസ്ലിമാവും. ബാക്കി ഇനി ത്വരീഖത്ത് പോയിട്ടും കാര്യമില്ല, ശൈഖുണ്ടായിട്ടും കാര്യമില്ല, എന്തായാലും തന്റെ ത്വരീഖത്ത് കൊണ്ടേ മുഅ്മിനാകുള്ളൂ. അപ്പൊ മുഅ്മിനാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അസ്ലിം വജ്ഹക ലില്ലാഹ്, മുസ്ലിമാവാൻ നമുക്ക് കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, മുഅ്മിനാവാനും കൽപ്പനയുണ്ട്. ഈ കൽപ്പന എങ്ങനെ വൈപ്പെടും? മുഅ്മിനാവാനുള്ള കൽപ്പനക്ക് വൈപ്പെടാൻ അയാളടുത്ത് പോകണമെന്നാണ്. ഇത് പുത്തൻവാദമല്ലേ? അഹ്ലുസുന്നയുടെ ഏകോപിച്ച അഭിപ്രായം എന്താ? മുസ്ലിമാണോ അവൻ മുഅ്മിനുമാണ്, മുഅ്മിനാണോ അവൻ മുസ്ലിമുമാണ്. മുഅ്മിൻ എന്നുള്ള പദവി ആർജിക്കാൻ ഇയാളെ സമീപിക്കുക തന്നെ വേണം, അല്ലാത്തവർക്ക് ആ പദവിയില്ല. അതിന് എത്ര നമ്മളെപ്പോലത്തെ ഏഴാംകൂലിക്കാരെ പറ്റിയല്ലേ ഈ പറയുന്നത്? വലിയ വലിയ കേരളം കണ്ട, ലോകം കണ്ട വലിയ വലിയ മഹത്തുക്കളായ ആളുകളെ പറ്റിയാ പറയുന്നത്. എന്താ പറയുന്നത് അറിയോ? അവനൊന്നും മുസ്ലിമേ ആയിട്ടുള്ളൂ, മുഅ്മിനല്ല. ഒരു നിസ്സാര ഭാവം, ഒരു രണ്ടാം കിട പൗരൻ എന്ന വിധത്തിൽ. ഈ വേർതിരിവ് അത് ശരിയല്ല. അത് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരാണ് സമസ്ത പറഞ്ഞു അക്കാലത്ത്. 2006 മാർച്ച് മാസം 29 പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ 30 പ്രസിദ്ധീകരിച്ച ചന്ദ്രികാ ദിനപത്രത്തിലും മറ്റും ആ റിപ്പോർട്ട് വന്നു. അത് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരാണ്. എന്തുകൊണ്ട്? വത്തഫഖ അഹ്ലുസുന്ന മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വൽ മുതകല്ലിമീൻ, സകല പണ്ഡിതന്മാരും ഇത്തിഫാഖായി എന്ന് പറഞ്ഞിട്ട് ഇമാം നബവി തങ്ങൾ തന്റെ ശറഹ് മുസ്ലിമിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മുഅ്മിൻ മുസ്ലിമാണ്, മുസ്ലിം ഒക്കെ മുഅ്മിനാണ്. അത് താഴേക്കടിയുള്ള മുസ്ലിമോ താഴേക്കടിയുള്ള മുഅ്മിനാണ്, ഉയർന്ന മുസ്ലിമോ ഉയർന്ന മുഅ്മിനാണ്, ഉയർന്ന മുഅ്മിനോ ഉയർന്ന മുസ്ലിമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്താ ദുആർന്നത്? തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. അതിന് പേരെന്താ അർത്ഥം നോക്കണേ അറിയോ? എന്നെ മുസ്ലിമായിട്ടെങ്കിലും മരിപ്പിക്കണേ. ഒരു നബി, റസൂലായ ഒരു നബി പറയാ എന്നെ മുസ്ലിമായിട്ടെങ്കിലും മരിപ്പിക്കണേ. അതതിനർത്ഥം തവഫനി വഇൻ കുന്തു മുസ്ലിം എന്ന അതിനർത്ഥം. പരിശുദ്ധ ഖുർആന് തോന്നിയ അർത്ഥം വെക്കുന്നു. വജ്ഹത്ത് ഓതുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ട ആളാണെന്ന് പറയുന്നത്. ഖബറാളിനോട് സലാം പറയുമ്പോൾ എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. അതിന് തരീഖത്തില്ലാത്ത ആൾക്കാരില്ലേ? തരീഖത്തുള്ളവരില്ലേ? ഇയാളെ തരീഖത്തിൽ മാത്രമേ ഉള്ളൂ. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുഅ്മിനു, ഒരു ഹദീസിൽ കാണാം. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു, മുസ്ലിമായ അടിമ ഒതുണ്ടാക്കിയ, അവിടെ ശക്കുർ റാവി സംശയിക്കാണ്, അവിൽ മുഅ്മിനു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ദലീലുൽ ഫാലിഹീനിൽ പറയാണ്, ഇബ്നു അല്ലാൻ പറയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. മുസ്ലിം ഈമാനി ലാസിമാക്കും, മുഅ്മിൻ ഇസ്ലാമിനെയും ലാസിമാക്കും. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറെ വരില്ല.
ഞാൻ ചോദിക്കട്ടെ, പല സദസ്സിൽ നമ്മൾ ചോദിച്ച ഈ സദസ്സിൽ മുഅ്മിനല്ലാത്തൊരു മുസ്ലിമിനെ തൊട്ട് കളിച്ചെന്നാണ്. മുഅ്മിനല്ല മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കള്ളുടിയന്മാരെ പറ്റി നമ്മൾ പറയും മുസ്ലിമാണ്, പക്ഷേ മുഅ്മിനല്ല, ഒരു പൂർണ്ണതല്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. അതേ സമയത്ത് അത് അവരെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാം. അതേ സമയത്ത് വലിയ വലിയ തഴക്കവും പഴക്കവും ചെന്ന ആരിഫീങ്ങളോ ഔലിയാക്കളും അടങ്ങുന്ന ഒരു സദസ്സിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇതിൽ മുസ്ലിമില്ല, ഇതിൽ മുഅ്മിനില്ല, ഒക്കെ മുസ്ലിമീങ്ങൾ മാത്രമാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് അവർ പറയുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വ്യക്തമായൊരു രേഖ ഉദ്ധരിക്കാം. ഇവരുടെ ആദ്യകാലത്തുള്ള ഒന്നാമത്തെ ഖലീഫ അഹ്മദ് ജിഫ്രി, ഇപ്പോൾ അയാൾ ആ പ്രസ്ഥാനത്തിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അഹ്മദ് ജിഫ്രി അയാളുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അയാൾ പറയുന്നുണ്ട്, വായിച്ചുതരാം. ജീലാനി സന്ദേശം പുസ്തകം 1 ലക്കം 2 പറയാം. ഞാൻ നിരവധി സദസ്സുകൾ കണ്ടു, അവിടെയൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും സംഗമിച്ചിട്ടുണ്ട്. ഇതാരവൻ അഹമ്മദ് ജിഫ്രിയ പറയുന്നത്. അദ്ദേഹം നമ്മളെ സമസ്തയുടെ വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ സംഘാടകനായിട്ടുള്ള പ്രവർത്തകനായിരുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും സംഗമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആരുടെ സംഗമമാണിത്? മുഅ്മിനീങ്ങളുടേതാണോ? അവിടെയൊന്നും മുഅ്മിനീങ്ങളുടെ സംഗമം ഞാൻ കണ്ടില്ല. ശൈഖുന കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ധാരാളം മുഅ്മിനീങ്ങളെ കാണാൻ കഴിഞ്ഞു. ഫദ്ലുല്ലാ അബ്ബാസ് പോലത്തെ മുഅ്മിനീങ്ങളെ കാണാൻ കഴിഞ്ഞു. എന്ത് മുഅ്മിനാണത്? ആ ജാതിയാളെ കണ്ടു എന്നാണ്. അപ്പൊ ആ ജാതിയാളാണ് മുഅ്മിനീങ്ങള്. കണ്യത്തുസ്താദ് ശംസുലുലം എന്ന് മുഅ്മിനല്ല. പങ്കെടുക്കലുള്ളത് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് നമ്മളെ ചോദ്യം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ഇതിന് ഇത്തിഫാഖ് ഉണ്ട് എന്നാ. അപ്പൊ ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ഒറ്റ മറുപടി ഉണ്ട്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാല് അത് ഏതാനും ചില ആൾക്കാരുടെ അഭിപ്രായ സമന്വയം മാത്രമാണ്. എല്ലാ ഉലമാക്കൾക്കും അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. എത്ര ഇബാറത്തുണ്ട്. വത്തഫഖ അഹ്ലുസുന്ന മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വൽ മുതകല്ലിമീൻ. ഇങ്ങനെ ശറഹ് മുസ്ലിമിൽ കാണാം. അതുപോലെ ശറഹുൽ അഖായിദിന്റെ ഹാഷിയിൽ കാണാം, ഹാഷിയത്ത് മുല്ല അഹ്മദിൽ കാണാം. അതുപോലെ ഇബ്നു ഹജർ ഹൈതമിയുടെ ഫത്ഹുൽ മുബീനിൽ കാണാം. അല്ലാമ സബീദിയുടെ ഇത്ഹാഫുസ് സാദത്തുൽ മുത്തഖീൻ എന്ന കിതാബിൽ കാണാം. ഒരുപാട് കിതാബുകൾ ഇത്തിഫാഖ് ഉണ്ട്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ അത് ഏതാനും പണ്ഡിതന്മാരുടെ അഭിപ്രായ സമന്വയം മാത്രമാണ്. എല്ലാ പണ്ഡിതന്മാർക്കും അഭിപ്രായമല്ല. ഇത്തഫഖൽ ഉലമാ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇത്തഫഖ എന്നുള്ള ഫീല് മാത്രമല്ല, അതിന്റെ ഫായിലേക്ക് നോക്കണം. ഇത്തഫഖ സൈദും അംറും എന്ന് പറഞ്ഞാൽ സൈദും അംറും മാത്രം യോജിച്ചു എന്നാ. ഇത്തഫഖ അഖറി എന്ന് പറഞ്ഞാൽ ഏതാനും പണ്ഡിതരെ യോജിച്ചു എന്നാണോ? എന്ത് പോയത്താണ് ഈ ആൾക്കാർ പറയുന്നത്? ഒന്ന്. രണ്ടാമതായിട്ട് ഒന്ന് ഇയാളെ തരീക്കത്തിൽ കൂടിയെങ്കിലേ മുഅ്മിനാവുള്ളൂ, ബാക്കിയുള്ള തരീക്കത്തിൽ കൂടിയാലൊന്നും മുഅ്മിനാവൂല, മുസ്ലിമാവുള്ളൂ എന്ന ഇജ്മാഇന് വിരുദ്ധമായ വാദം. എന്നിട്ട് ഭയങ്കര രസമുണ്ട്. ഇവര് നമ്മളെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വിടാറുണ്ട്, മൊബൈലിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് വിടാറുണ്ട്. അപ്പൊ അതിലെന്താ അവർ പറയാറുള്ളത്? സമസ്ത പറയുന്നു മുഅ്മിനും മുസ്ലിമും ഒന്നാണെന്ന്, അല്ലാഹ് പറയുന്നു രണ്ടാണ്, ജിബ്രീൽ പറയുന്നു രണ്ടാണ്, റസൂലുള്ളാഹ് പറയുന്നു രണ്ടാണ്, സ്വഹാബികൾ പറയുന്നു രണ്ടാണ്, താബീങ്ങൾ പറയുന്നു രണ്ടാണ്, ഇബ്നു കസീർ പറയുന്നു രണ്ടാണ്, നബിമാം പറയുന്നു രണ്ടാണ്, മുഹ്യിദ്ദീൻ ശൈഖ് രണ്ടാണ്, എല്ലാവരും രണ്ടാന്ന് പറയുന്നു. സമസ്ത മാത്രം ഒന്നാന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇവർ എഴുതിയെന്ന് കാണാം. എന്നാ ഇവരെന്താ എഴുതിയത് അറിയോ? ഭയങ്കര രസമുണ്ടേ, വായിച്ചുതരാം. ഇത് ഇവരുടെ തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിലുള്ള മഹാപൊട്ടത്തര. എന്താ പറയുന്നത്?
ഉണ്ടോ? ഈ പുസ്തകം, ആ പുസ്തകം സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് വായിക്കുകയാണ്. ഇതാണ് പുസ്തകം, തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി. ഈ പുസ്തകത്തിൽ പറയാം, ഈമാനും ഇസ്ലാമും ശരീഅത്തിലും രണ്ടാണെന്ന അഭിപ്രായക്കാരാണ്. എന്താ പറഞ്ഞത്? ഈമാനും ഇസ്ലാമും ശരീഅത്തിലും രണ്ടാണെന്ന അഭിപ്രായക്കാരാണ് മുസ്ലിം ലോകത്തെ മുഴുക്കെ അംഗീകരിക്കപ്പെടുന്ന പല പണ്ഡിതരും. അപ്പൊ രണ്ടാണെന്നാണ് പല പണ്ഡിതരുടെ അഭിപ്രായം. ഇതിന്റെ പേജ് 7 പറയാം. എന്നാൽ ഈമാൻ ഇസ്ലാമിനേക്കാൾ പരിമിതമാണെന്ന് ഗ്രഹിക്കാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം പ്രകാരമാണ്. അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം എന്താ അറിയാം? ഈമാൻ ഇസ്ലാം രണ്ടാണെന്നാണ് അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം. നേരെ പറഞ്ഞത് പല പണ്ഡിതരുടെയും വീക്ഷണം രണ്ടാണെന്ന്. അഹ്ലുസുന്നന്റെ വീക്ഷണത്തിനെതിരിൽ പിന്നെ പല പണ്ഡിതന്മാര്, കുറച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ടാവും. അഹ്ലുസുന്നത്ത് ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ അതിൽ എല്ലാ പണ്ഡിതന്മാരും ഒറ്റക്കെട്ടേക്കാരം. അല്ലാതെ അഹ്ലുസുന്നന്റെ വീക്ഷണത്തിന് അപ്പുറത്ത് വേറെ വീക്ഷണം ഉണ്ടാവില്ല. ഇത് പറയാം, ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ അഭിപ്രായം ഈമാനും ഇസ്ലാമും ഒന്നാണ്. എന്തോന്നു? അഹ്ലുസുന്നന്റെ അഭിപ്രായം രണ്ടാണ്, പല പണ്ഡിതന്മാരുടെ അഭിപ്രായവും രണ്ടാണ്. പക്ഷെ പ്രബല അഭിപ്രായം ഒന്നാണ്. അതെങ്ങനെ ഉണ്ടാകുക? സുന്നത്ത് ജമാഅത്ത് രണ്ടാന്ന് പറയുമ്പോൾ എങ്ങനെയാ പിന്നെ ഒന്നാണ് പ്രബലമാവുക? സുന്നത്ത് ജമാഅത്തിന് എതിരായ അഭിപ്രായം എങ്ങനെ പ്രബലമാകും? അപ്പൊ ഈ വിഷയത്തെപ്പറ്റി ഒരു കഥയുമില്ലാത്ത, പിന്നെന്താ പറയുക, മൈക്ക കിട്ടിയാല് നാണമില്ലാത്തോന്, നമ്മളെ കൂട്ടത്തിലായപ്പോ നാണമുണ്ടായിരുന്നു, പക്ഷെ ഇയാളെ വാലുമ ചെന്നപ്പോ നാണം നഷ്ടപ്പെട്ടവൻ എന്തൊക്കെയോ വിളിച്ചു പറയണം. അത്രേ നമുക്കതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ കെട്ടുകഥകളുടെ പ്രചാരം അല്ലേ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ എങ്ങനെ പടച്ചു? ഇത് യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖായ മുഹമ്മദ് യമനി ബാദ്ഷാ അദ്ദേഹത്തിന്റെ പുസ്തകം. ഈ പുസ്തകത്തിന് 56-ാമത്തെ പേജ് മുതൽ 10-15 പേജ് ദീർഘിച്ചു പറയുന്ന ഒരു ചരിത്രമുണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ പറ്റി. ആ ചരിത്രമാണ് ഈ കമ്പനി അവരുടെ മറ്റു പുസ്തകങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ പുസ്തകം, തസൗഫെ റഹ്മാനി. ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ ഈ ചരിത്രം വലിയ കെട്ടിഘോഷിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ യൂസുഫ് സുൽത്താൻ തന്നെ തന്റെ മുരീദുമാർക്കിടയിൽ ആ കാലഘട്ടങ്ങളിൽ മഹാവിജ്ഞാനമായി കശ്ഫിന്റെ അറിവായിട്ട്, ഇൽഹാമിന്റെ ഇൽമായിട്ട് ഇതാ പഠിപ്പിച്ചു കൊടുത്തത്. ആദം നബിനെ പടച്ചൊരു ചരിത്രം എന്താണ്? ആദം നബിനെ പടക്കാൻ വേണ്ടി 5 മലക്കുകളെ ഏൽപ്പിച്ചു. നമ്മൾ സാധാരണ 4 മലക്ക് എന്നാ പറയാറ്, ഇവര് പറയുന്ന 5 മലക്ക. 1 ജിബ്രീൽ, 2 മീകായിൽ, 3 ഇസ്രാഫീൽ, 4 അസ്രായിൽ, 5 എന്തെങ്കിലും 5 മുണ്ടാത്ത 5-ാമത്തെ മലക്കിന്റെ പേരെന്താണ്? എന്താ മുണ്ടാത്ത? മുങ്കറല്ല, 5 ഇബ്ലീസ്. ഇബ്ലീസിനെ പറഞ്ഞ ഈ പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പുസ്തകത്തിൽ ഇവര് പറയുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിനെ കളിമണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി. പക്ഷെ ആ രൂപം അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. അള്ളാഹു അതിനു മുമ്പായിട്ട് ഇവരിങ്ങനെ, ഞങ്ങൾ പടച്ച ഈ രൂപം കെങ്കേമമാണ്, ഗംഭീരമാണെന്ന് അവർക്ക് അഹങ്കാരവും ഹുങ്കും ഉൾനാട്യവും വന്നു തുടങ്ങിയത്. മലക്കുകളെ പറ്റിയാണ് ഇവർ എഴുതുന്നത്. അങ്ങനെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമായില്ല. അള്ളാഹു അതിന്റെ തല തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ഈ മലക്കുകൾ 70,000 കൊല്ലം ഇതിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചു. അള്ള മറന്നോ എന്നവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂൽ അല്ലാഹ് എന്നീ 6 വാക്യങ്ങളെ കൊണ്ട് തജല്ലിയാവുകയും ആദം നബി അലൈഹി ഇസ്ലാമിന് റൂഹ് പടച്ചു, ജീവൻ പടച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാം പടച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് അവസാനം സജീവമായി എഴുന്നേറ്റ് താടി വന്നു. ഈ മലക്കുകൾ മനുഷ്യരാശിയുടെ കഠിന ശത്രുക്കളാണ്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് ശൈത്താനെ പറ്റി പറയുന്ന അതേ ഭാഷ മലക്കുകളെ പറ്റി ഇവർ പറയാം. ഈ പുസ്തകത്തിലുണ്ട്, ഞാൻ വായിച്ചുതരാം. അപ്പൊ ഈ കഥയെ പറ്റി സമസ്തയുടെ ആലിമീങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ നേതാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, അയാൾക്കൊന്നും അറിയില്ല, അതെങ്ങനെ കേട്ടിമേലെ കേട്ട് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ഇതിപ്പോ ശരീഅത്തിന് എതിരാണോ, ഇസ്ലാം ദീനിന്റെ അഖീദക്ക് വിരുദ്ധാണോ, അതൊന്നും അയാൾക്ക് അറിയില്ല. ഒരു ജാഹിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഇതിൽ പറയണേ, ഞാൻ വായിച്ചുതരാം.
अल्लाह ताला हव्वा को फरिश्तों के हाथ से बनवाया तो औरत मुर्द के काम की न होती, फरिश्ते दुश्मने जान है. അല്ലാഹു തആല ഹവ്വാനെ മലക്കുകളെ കൈകളെ കൊണ്ടാണ് പടച്ചിരുന്നുവെങ്കിൽ സ്ത്രീ പുരുഷ ദൗത്യം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുണ്ടോ? അതൊക്കെ ചിന്തിച്ച് അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. ഫരിഷ്തെ, കാരണം അതിന്റെ ഇല്ലത്ത് പറയാം, ഫരിഷ്തെ ദുശ്മനെ ജാൻ ഹേ. ഫരിഷ്തെ എന്ന് പറഞ്ഞ മലക്കുകൾ ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള മലക്കുകളെ പറ്റി പറയാൻ പറ്റാത്ത വാക്കുകൾ അല്ലേ? മലക്കുകളെ സംബന്ധിച്ച് ഈ തോന്നിവാസങ്ങൾ, മലക്കുകളുടെ ഇസ്മത്തിന് വിരുദ്ധമായ ഇത്തരം വിശ്വാസങ്ങളും പദങ്ങളും അതിങ്ങനെ വലിയ കാര്യമായിട്ട് എഴുന്നള്ളിക്കാം. ഇതിനെ സംബന്ധിച്ച് സമസ്തന്റെ ആലിമ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾക്ക് മറുപടിയില്ല. അപ്പൊ അയാൾ ശൈഖല്ല എന്നാണ് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇൽമുൽ അസ്റാറിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി, രഹസ്യവിജ്ഞാനത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി എന്തു ചെയ്തു? അലി കുടുംബത്തിന് അല്ലാഹു തആല നേരിട്ട് ഖുർആനിന് സമാന്തരമായിട്ട് വഹയിലൂടെ ഇറക്കിക്കൊടുക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ഷിയാക്കൾ കള്ള ഹദീസായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ കള്ള ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ജാമിഅ നിസാമിയുടെ സ്ഥാപകനായ ജാമിഅ നിസാമിയുടെ സ്ഥാപകനുണ്ട്. അയാളുടെ പേര് അൻവാറുല്ലാ ഖാൻ ഫാറൂഖി. അദ്ദേഹം തന്റെ മഖാസിദുൽ ഇസ്ലാമിൽ അവരെ എതിർക്കാന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ അതൊന്നും നോക്കാതെ സാധാരണ മുജാഹിദീങ്ങൾ ഹാവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഹാവിയിൽ എന്ന് പറയുന്നത് നബിദിനം ബിദ്അത്താണ്. സുയൂത്തി ഇമാം ഹാവിയിൽ പറഞ്ഞ ഫാക്കിഹാനിയുടെ ഉദ്ധരണി സുയൂത്തി ഇമാം കൊടുക്കുന്നത് എന്തിനാ? ഫാക്കിഹാനിയെ ഗണ്ണിക്കാനാണ്. പക്ഷെ മുജാഹിദീങ്ങൾ കൊടുക്കുന്നത് എന്തിനാ? നബിദിനാഘോഷത്തെ എതിർക്കാൻ. എന്നതുപോലെ അൻവാറുല്ലാ ഖാൻ ഫാറൂഖി മഖാസിദുൽ ഇസ്ലാമിൽ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നബിദിന ഷിയാക്കൾ എതിർക്കാനാണ്. അതേ സമയത്ത് ഇവർ കൊടുക്കുന്നത് എന്തിനാണ്? അസ്റാറുൽ ഇൽമുൽ അസ്റാറിനെ സ്ഥിരീകരിക്കാനാണ്. അപ്പൊ ഇയാള് ഇത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു കഥയാണെന്ന് പോലും ഇയാൾക്ക് തിരിച്ചറിവില്ല. അതാണ് ഷെയ്ഖിന്റെ പുസ്തകത്തിലുള്ളത്. അത് അതേപടി ചൊല്ലിപ്പറയുകയാണ് ആര് ചെയ്യുന്നത്? ഈ യൂസുഫ് സുൽത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ കമ്പനിയിലുള്ള എല്ലാ പുസ്തകത്തിലും അങ്ങനെ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളും പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന സ്വഭാവവും അതുപോലെ പെരും കളവും പറയുന്ന ഇയാള് ഒരിക്കലും തന്നെ ഖുതുബുസ്സമാനാവാൻ പറ്റൂല, ഷെയ്ഖാവാൻ പറ്റൂല. അത് കള്ള ഷെയ്ഖാണെന്നുള്ളത് കാലഘട്ടം വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. ഇനി രണ്ടാമത് നൂരിഷ. നല്ലോണം ശ്രദ്ധിക്കണം. നൂരിഷ എന്ന് പറയുന്നത് 1950കളിലാണ് ഹൈദരാബാദുകാരൻ നൂരിഷ തങ്ങൾ. അദ്ദേഹം തങ്ങളാണ് അല്ല, അതൊരു വിവാദം വേറെ നടക്കുന്നുണ്ട്. നമ്മളത് തങ്ങളായാലും തങ്ങളല്ലെങ്കിലും നമ്മുടെ ചർച്ചയുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പൊ അയാള് 1950കളിലാണ് വടകര ഭാഗത്താണ് ആദ്യമായിട്ട് വന്നത്. 1952 മുതൽ 72 വരേക്കുള്ള കാലഘട്ടത്തിൽ അയാൾ ഇവിടെ ഒരുപാട് ദിക്റുകൾ കൊടുത്തിട്ടുണ്ട്. കീശേരിക്കാർക്കൊക്കെ നല്ലോണം അറിയാം. ചില മഹല്ലുകളൊക്കെ 98% നൂരിഷ തങ്ങളുടെ ആളുകളായി മാറി. മുന്നിലിരിക്കുന്ന ആളെന്തിനാ ഉറങ്ങുന്നത്? ഒന്ന് വിളിച്ചോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 72 കാലഘട്ടമായ സമയത്തായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ
വിശദീകരിച്ചിട്ടുള്ളൂ. ദീർഘമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി നൂരിഷ എന്ന് പറയുന്ന അയാള് 1952 54 ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മഹാനായ KT മാനു മുസ്ലിയാർ, എല്ലാവർക്കും അറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് KT മാനു മുസ്ലിയാർ പറയുന്ന ഒരു അഭിപ്രായം, അദ്ദേഹം ഒരു ചരിത്രപരമായ ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യം വായിക്കാം. 70കളിലാണ് നൂരിഷ തരീഖത്ത് കേരളത്തിൽ വ്യാപകമായത്. 1950കളിലാണ് ഇവിടെ എത്തിയത്. അതിങ്ങനെ ദിക്ർ കൊടുക്കുക, ദിക്ർ ചെല്ലിപ്പിക്കുക, അങ്ങനെയുള്ള പണിയൊക്കെ നടത്തിയിരുന്നു. പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങൾ കാണാതിരിക്കുകയും ഇനി പരോക്ഷമായി കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വ്യക്തമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആധികാരികമായി തെളിയിക്കപ്പെടുകയും ചെയ്യാത്ത കാലത്തോളം സമസ്ത അതിനെപ്പറ്റി തീരുമാനമെടുക്കൂല. വ്യക്തികൾക്ക് തീരുമാനമെടുക്കാം. ഇപ്പൊ ആലുവ തരീഖത്തിനെ സംബന്ധിച്ച് ചെമ്മാട് ദാറുൽ ഹുദ ആദ്യമേ തീരുമാനമെടുത്തിരുന്നു. അന്നും സമസ്ത തീരുമാനമെടുത്തിട്ടില്ലല്ലോ. ദാറുൽ ഹുദക്ക് തീരുമാനിക്കാം, പട്ടിക്കാട് ജാമിയാനൂരിക്ക് തീരുമാനിക്കാം. ജാമിയാനൂരി പിന്നെ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ്. വ്യക്തികൾക്കാവാം, പക്ഷേ സമസ്ത തീരുമാനമെടുക്കാൻ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. കേട്ടീമല കേൾവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും സമസ്ത ഒരു തീരുമാനമെടുക്കാൻ മാനദണ്ഡമാക്കില്ല. അത് സത്യമായിരിക്കാം. അങ്ങനെ 70കളിൽ ഈ നൂരിഷ തരീഖത്ത് നൂരിഷ ഷെയ്ഖിന്റെ 70 ആളുകൾ ഹൈദരാബാദിൽ ചില്ലക്കിരിക്കാൻ പോയി. ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തഅലീമിന്റെ ക്ലാസ്സിലേക്ക് പോയി. അതിനെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പറയുന്നത്. 70കളിലാണ് നൂരിഷ തരീഖത്ത് കേരളത്തിൽ വ്യാപകമായത്. ഹൈദരാബാദിൽ നിന്ന് 40 ദിവസത്തെ ചില്ല കഴിഞ്ഞ് കുറെ ആളുകൾ തിരിച്ചു വന്നപ്പോഴാണ് അതിന്റെ വ്യാപകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അതിനെക്കുറിച്ച് പല പ്രദേശങ്ങളിൽ നിന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ചോദ്യങ്ങൾ വന്നു. അതിനെക്കുറിച്ച് പഠിച്ചു. അതിന്റെ ചില പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചു. മുരീദുമാർക്ക് ശിക്ഷണം നൽകാൻ ഒരു ശൈഖിന് നിരവധി നിബന്ധനകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ തർബിയത്തിൽ പങ്കുചേരുന്ന മുരീദുകൾക്കും പല ഗുണങ്ങളും ഒത്തുചേരേണ്ടതുണ്ട്. തരീഖത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂരിഷ തരീഖത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ ഖുർആൻ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ബോധ്യമായി. കലിമത്ത് തൗഹീദിന്റെ അർത്ഥം പോലും വികലപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നതെന്ന് തെളിഞ്ഞു. അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തുകളെ കുറിച്ച് തെറ്റായ വിവരണം നൽകി ബഹുജനങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്ന് ബോധ്യമായി. അഗാധ പാണ്ഡിത്യം നേടാത്തവർ അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തുകളെ കുറിച്ചുള്ള അറിവ് കൈകാര്യം ചെയ്താൽ നീന്തലറിയാത്തവൻ ആഴക്കടലിൽ സഞ്ചരിച്ചാൽ അതിൽ മുങ്ങി നശിക്കും പോലെ കുഫറിൽ വീണുപോകുമെന്ന ഇമാം ഗസാലിയുടെ വിശദീകരണം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് നൂരിഷ തരീഖത്തിൽ കണ്ടത്. അക്കാലത്തുള്ള ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് എഴുതിയ ഒരു ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ അതില് ഇദ്ദേഹം 1950കളിൽ വന്നു. 70കളിൽ വരേക്കും വലിയൊരു കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾ ദിക്ർ കൊടുക്കേ അല്ലെങ്കിൽ അമല് ചെയ്യിപ്പിക്കുക എന്തും ചെയ്തോട്ടെ. സമസ്ത ഒരാളെ അമല് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പാടില്ല എന്ന് പറയുന്ന സംഘടനയാണോ? ഇനി സമസ്തയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ സമസ്തയുടെ അനുഭാവിയല്ല ഉണ്ടായില്ലേ? ത്വലാഖ് സംവാദത്തിനും ത്വലാഖ് വിവാദത്തിനും അന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ ആ ഫത്വ അത് അവിടുത്തെ ഖാദിയുടെ തീരുമാനത്തിനെതിരായതുകൊണ്ട് ആ മദ്രസ നഷ്ടപ്പെട്ടു. ഒരു മദ്രസ നമുക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു കാണ്ട് ഫത്വ കൊടുക്കാതിരിക്കുക. ഇത് ചെറുശ്ശേരി ഉസ്താദ് പഠിച്ച മസല ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെ ഇടവും നോക്കിയില്ല വലവും നോക്കിയില്ല. ഞാൻ ജനറൽ സെക്രട്ടറി ആയ പ്രസ്ഥാനത്തിന് ഒരു മദ്രസ നഷ്ടപ്പെടുമല്ലോ ചിന്തിച്ചില്ല. അപ്പൊ അതുപോലും ചിന്തിക്കാത്ത സമസ്തക്ക് ആളുകളെ അന്യായമായി എതിർക്കുക എന്നൊരു ശൈലിയില്ല. ഇവര് 70 ആളുകൾ ചില്ലക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ചില സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. അപ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇവരും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ജാഹിലീങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് മനസ്സിലായത്. എന്നെ ചില ഉദാഹരണങ്ങൾ പറയാം. ഇത് ചന്ദ്രികാ ദിനപത്രമാണ്. ഇതിന്റെ 2006 മാർച്ച് 29 മുതൽ പടച്ചോനെ സമസ്ത ആലുവ തരീഖത്തിനെതിരിൽ തീരുമാനമെടുക്കാൻ വേണ്ടി മുഷാവറ കൂടിയ അന്നിറങ്ങിയ
അന്നിറങ്ങിയ പത്രമാണിത്. യാദൃശ്ചികമായിരിക്കാം. 2006 മാർച്ച് 29 ബുധൻ, പിറ്റേന്നാണ് സമസ്തയുടെ റിപ്പോർട്ട് വരുന്നത്. ഇതിലെ തൗഹീദിന്റെ പഠനവേദിയിലേക്ക് സ്വാഗതം. ബഹു കുത്തുബുൽ മശായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഹൈദരാബാദ് അവരുടെ നേതൃത്വത്തിൽ ത്രിദിന ആത്മീയ തർബിയത്ത് ക്യാമ്പ് കൊണ്ടോട്ടി മെഹന്തി ഓഡിറ്റോറിയം. 2006 മാർച്ച് 29, 30, 31 ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ നടന്ന പരിപാടിയുടെ ഫീച്ചറാണ്. ഈ സപ്ലിമെന്റിൽ പറയുന്ന ഒരു സഫാഹത്ത് നിങ്ങൾ നോക്കുക. എന്താണ്? ഒരു വശത്ത് ആരാധന മുറ പോലെ നടക്കുന്നു, അതോടൊപ്പം ഒട്ടും കുറയാതെയോ അതിലേറെയോ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു. തൗഹീദിന്റെ പ്രകാശം കൊണ്ട് നാട്ടിൽ പ്രഭചരിയേണ്ട മുസൽമാൻ ഇരുട്ടിന്റെ ശക്തികളുമായി കൈകോർക്കുകയോ നുബൂവത്തിന് ശേഷം 10-12 കൊല്ലത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധന പ്രവർത്തനം എന്ത്? ഏറ്റവും അധമന്മാരെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ അറബ് സമൂഹത്തെ ലോകോത്തര പൗരന്മാരായി സംസ്കരിച്ചെടുത്തത് എന്തുകൊണ്ട്, എങ്ങനെ? മിഅ്റാജിന് ശേഷമാണല്ലോ നമസ്കാരം തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കിയത്. ഇയാൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആലുവക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണിപ്പോ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ ഉണ്ട്. അത് നമ്മൾ ഇയാൾ വെച്ചുകൊണ്ട് സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞത് ഏതോ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാനും എന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താ അതിൽ പറയുന്നത്? അതിൽ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലി അത് അംഫാസിയായ ദിക്റിലോ മറ്റോ കൊണ്ട് നടന്നെങ്കിലേ ഒരാൾ മുഅ്മിനാകുള്ളൂ, മുഅ്മിനായി മരിക്കുള്ളൂ. ആ വാദം അതേതുപോലെയാണ്? ഒരു മനുഷ്യൻ ജനിക്കാൻ പുരുഷന്റെ ബീജം വേണം, ഇനി മരണം വരെ ബാപ്പാന്റെ ബീജം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണോ എന്ന് ചിരുന്നു. അപ്പോ ഇത് കണ്ടോ, ഇത് ബാപ്പാന്റെ ബീജം പോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സമസ്തന്റെ ഉസ്താദുമാര് പറഞ്ഞു. അതെന്തിനാണ് ആ ഉദാഹരണം? ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് അടിസ്ഥാനമാക്കിയ തരീഖത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം അടിസ്ഥാനമാക്കിയവരുണ്ട്, ഇല്ലല്ലാഹ് അടിസ്ഥാനമാക്കിയവരുണ്ട്, ഹു എന്നത് അടിസ്ഥാനമാക്കിയവരുണ്ട്. പല കോലത്തിലുള്ള തരീഖത്തുകളുണ്ട്. അതിൽ ഇത് മാത്രമേ, ഇത് മരണം വരെ ആകുമ്പോഴേ മുഅ്മിനായി മരിക്കുള്ളൂ, ബാക്കിയൊക്കെ മുസ്ലിം ആവാനേ കഴിയുള്ളൂ. ആ വാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ മുഹമ്മദ് റസൂലുള്ള പാടല്ല, റസൂൽ ഇത് നിർത്തേണ്ട എന്നല്ല, മുഹമ്മദ് റസൂൽ ഒരു ദിക്റല്ല എന്നുമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ റിഫായി ഷെയ്ഖിനൊക്കെ എത്ര കളിയാക്കേണ്ടി വരും? റിഫായി ഷെയ്ഖ് അൽ ബുർഹാനുൽ മുഅയ്യിദിൽ പറയുന്നുണ്ട്, ഔലിയാക്കളെ കറാമത്ത് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ ആർത്തവരക്തം പോലെയാണ്. അത് ആർക്കും കാണിച്ചു കൊടുക്കൂലല്ലോ, സ്വന്തം ഭർത്താവിന് പോലും കാണിച്ചു കൊടുക്കാത്തൊരു സാധനമാണ് ഇത് ആർത്തവരക്തം എന്ന് പറയുന്നത്. ഓരോരുത്തർ ചിന്തിച്ചോ കാണി. എന്നതുപോലെയാണ് ഔലിയാക്കളെ കറാമത്ത്. ഓ, ഔലിയാക്കളെ കറാമത്തിനെ ഇത്ര നീചമായ വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചു റിഫായി ഷെയ്ഖ് എന്ന് ആരെങ്കിലും പറയും? എന്തിനാണ് ആ ഉദാഹരണം? എന്തിനാ ഉദാഹരണം പറഞ്ഞു നോക്കണ്ടേ? എന്നിട്ട് അത് വെച്ചിട്ട് പാച്ച നോണ പൊതുജനത്തിന് മുറി. എന്തെല്ലാം നോണയാണ് ഇയാൾ പറയുന്നത്? കോട്ടക്കൽ വെച്ചുകൊണ്ട് ഈ യൂസുഫ് സുൽത്താൻ പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും ഓർക്കുകയാണ്. എന്താ വെച്ചാൽ താമരശ്ശേരിയിൽ ഇവരുടെ പ്രസംഗത്തില് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ പറ്റി വളരെ മോശമായി സംസാരിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു ഈ പ്രസംഗപ്പം നിർത്താൻ ഈ അടി വരുന്നതാണ്. അപ്പൊ അവർക്ക് പ്രസംഗം വേഗം നിർത്തേണ്ടി വന്നു. കാരണം നാട്ടുകാർ ചൂടായി. അതിനെപ്പറ്റി ഇയാൾ കോട്ടക്കൽ വെച്ചുകൊണ്ട് പറയാം, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അടിക്കടിയാണ്. എനിക്കുമുണ്ട് എന്റെ ആലുവയിൽ 10-100 കുടുംബക്കാര്, ഞാനും തല്ലാൻ വരും. ഷെയ്ഖായി പറയണത് തിരക്കടില്ല. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖൊക്കെ വലിയ മുഹിയുദ്ദീൻ ഷെയ്ഖൊക്കെ ഒരു നോട്ടങ്ങൾ നോക്കിയാൽ മതി, ആ കിടക്കുന്നു പറയും. ഇയാള് കുരക്കണ കട്ടി അല്ല എന്താണ് കുരക്കുന്ന പട്ടി കടിക്കൂല എന്ന് പറഞ്ഞ മാതിരിയാ. ഇയാൾ കുരക്കുന്നുണ്ട്, പക്ഷെ കടിയില്ല. അങ്ങനെ ഇയാൾ പറയാ, ഞങ്ങളെ കേസിൽ കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ പോവുകയാണ് സമസ്തക്കാർ, ഞങ്ങളെ പരിപാടി മുടക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലൂടെ കയറിയിറങ്ങുകയാണ് സമസ്തക്കാര്. കോട്ടക്കൽ വെച്ച് കണ്ട് ഇയാൾ പ്രസംഗിച്ചത്. ആരാ പ്രസംഗിക്കുന്നത്? ചപ്പടാച്ചിയാളല്ല,
ഖുതുബുസ്സമാന പ്രസംഗിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏത് സ്റ്റേഷനിലാണെന്ന് പറയാൻ ഖുതുബുസ്സമാന് കഴിയുമോ? പാച്ച നോണ അല്ല, നോണ പറയത് എന്താണ്, പൊട്ടിയാ മുളക്കാത്ത നുണയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നുണയൻ ഒരിക്കലും തന്നെ എന്താവൂല, ശൈഖാവൂല. അപ്പൊ എന്നതുപോലെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ആൾക്കാരാണ് ഈ നൂരിശക്കാര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഒരു പ്രാധാന്യം കൊടുക്കാറുള്ളത്. മുഹമ്മദ് റസൂൽ തന്നെ വർത്താനം ഒരു പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രാധാന്യം വെച്ച് പറയാം. അതിൽ പറയുന്നൊരു ജഹാലത്താണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യകാലം 12 കൊല്ലം വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് ദഅവത്ത് ചെയ്തത്. അന്ന് നിസ്കാരമൊന്നും നിർബന്ധമായിരുന്നില്ല. മിഅ്റാജിന്റെ രാവോടുകൂടിയാണ് നിസ്കാരം നിർബന്ധമായത്. ഇത് ശരിയാണോ? നുബുവത്തിന്റെ ആദ്യകാലത്ത് ഇറങ്ങിയ സൂറത്തുൽ മുസമ്മിലിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈൽ, അല്ലയോ നബിയെ രാത്രി അങ്ങ് നിസ്കരിക്കണം. നിർബന്ധമായിരുന്നു. നബിക്കും അക്കാലത്തുള്ള സ്വഹാബത്തിനും അത് നിർബന്ധമായിരുന്നു. രാത്രിയുടെ നല്ലൊരു സമയവും നിസ്കാരം നിർബന്ധമായിരുന്നു. സുന്നത്തല്ല, നിർബന്ധമായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന ആയത്ത് ഇറങ്ങലോടുകൂടി രാത്രിയുടെ ഒരു അല്പഭാഗമെങ്കിലും നിസ്കാരം നിർവഹിക്കുന്ന നിർബന്ധമായി. അങ്ങനെ അത് മൻസൂഖായി. പിന്നീട് മിഅ്റാജിന്റെ രാത്രിയായപ്പോൾ ആ രാത്രി നിസ്കാരം എന്ന ഖിയാമുൽ ലൈൽ ആദ്യം സിംഹഭാഗവും നിർബന്ധമായിരുന്നു, പിന്നീട് അല്പഭാഗം നിർബന്ധമായി മൻസൂഖായി, പിന്നീട് അത് സുന്നത്തായി മൻസൂഖായി. ഇയാൾ പറയുന്നത് എന്താ, നിസ്കാരം നിർബന്ധമാക്കിയത് തന്നെ മിഅ്റാജിന്റെ രാവിലാണ്. അതൊരു ജഹാലത്താണ്, ഒരു അറിവില്ലായ്മ. ഇതിന്റെ പേരിൽ അയാൾ പേച്ചു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള അറിവില്ലാത്ത ഈ ജാഹിലികൾ, ഒരു ഇസ്ലാമിന്റെ വശങ്ങളും അറിയാത്ത ആൾക്കാർ നേതൃത്വം വഹിക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഈ നൂരിഷാ ഷെയ്ഖ് എന്ന് പറയുന്ന ആളുടെ മറ്റൊരു വിവരമില്ലായ്മ, വിവരം എന്ന് പറയുമ്പോ ഒരു ഷെയ്ഖിന് മിനിമം വിവരം വേണമെന്ന, ഒരു ഷെയ്ഖിന് എത്രയാ വിവരം വേണ്ടത്, അതിന് പല ഇബാറത്തുകളുണ്ട്. ശരീഅത്തിന്റെ സകല വിജ്ഞാനങ്ങളിലും മുതബഹിറായിരിക്കണം, അതൊരു ഇബാറത്താണ്. ഇമാം ഷെഹറാനിയുടെ ചില കിതാബുകളിലൊക്കെ അങ്ങനെ കാണാം, അൻവാറുൽ ഖുദ്സിയ പോലുള്ള കിതാബുകളിലൊക്കെ. എന്നാൽ തഫ്സീർ മിഷ്കാത്ത് പോലുള്ള, തഫ്സീർ ജലാലൈനി മിഷ്കാത്ത് പോലുള്ള കിതാബുകൾ ഓതിക്കൊടുക്കാനും അതിനെ വിശദീകരിക്കാനുമുള്ള കഴിവുണ്ടാവണം എന്ന് പറയുന്ന ചില ഉദ്ധരണികളുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ ഒരു മുരീദിനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ വേണ്ടുന്ന പാണ്ഡിത്യമെങ്കിലും വേണം. അത് മിനിമം ക്വാളിറ്റി ആയിട്ട്, അതിനപ്പുറം അതിന്റെ താഴെ ക്വാളിറ്റി ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു അറിവുണ്ടാവണം എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ നിലവാരത്തെക്കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നൂരിഷാ തങ്ങളുടെ അഹമ്മിയത്തെ തരീഖത്ത് എന്ന പുസ്തകമാണ്. അഹമ്മിയത്തെ തരീഖത്ത്, ഇതിന്റെ 8ാമത്തെ പേജിൽ ഇതിന്റെ മൗലാന അൽ ഹാജ് അബുൽ ആരിഫ് സയ്യിദ് നൂരി ഷാ ചിസ്തി അൽ ഖാദിരി, ഹൈദരാബാദ്, ഡക്കാൻ സംസ്ഥാനത്താണ് അന്ന് ഹൈദരാബാദ് ഉണ്ടായിരുന്നത്. ഇതിന്റെ 8ാമത്തെ പേജിൽ പറയാണ്, മൗല തആല ഫർമാത്തെ ഹേ, അല്ലാഹു തആല പറയുന്നു, ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ് സ്വലാ, തീർച്ചയായും ഞാൻ നിങ്ങളെ പോട്ടെ ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ് സ്വലാ, ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ്. തർജമ, അതിന്റെ പരിഭാഷ, मैं तुम्हारी साथ हूं जब तुम नमाज कायम करते हो, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമാണ്. അല്ലാഹുവിന്റെ മഅയ്യത്തിന് പല കോലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐന മഅക്കും അന മഅക്കും ഐനമാ കുൻതും, അങ്ങനെ ഒരു മഅയ്യത്തുണ്ട് അല്ലാഹുക്ക്. അതേപോലെ തന്നെ
അതേപോലെ തന്നെ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമാശീലന്മാരോടൊപ്പം അള്ളാഹുവിന് മഅയ്യത്തുണ്ട്. അത് സാധാരണ മഅയ്യത്തല്ല, അത് സ്പെഷ്യൽ മഅയ്യത്താണ്. ഇന്നല്ലാഹ മഅന, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നബിയുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം അള്ളാഹുവിന് മഅയ്യത്തുണ്ട്, കൂടെയാവലുണ്ട്. അത് കൂടുതൽ ശക്തമായ മഅയ്യത്താണ്. ഇങ്ങനെ മഅയ്യത്തിന് പല ദർജയുണ്ട്. സാധാരണ ദർജ, മിഡിൽ ദർജ, അതിന്റെ ഏറ്റവും മാക്സിമം ദർജ, അങ്ങനെ പല ദർജകളുണ്ട്. ഖുർആൻ തന്നെ പല ആയത്തുകളിലും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതില് എന്താ പറഞ്ഞത്? ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ്സലാ, ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ്സലാ. നല്ലോണം ശ്രദ്ധിക്കണല്ലേ? ഈ ആയത്ത് സൂറത്തു മാഇദയുടെ 12-ാമത്തെ ആയത്താണ്. എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പമാണ്. ലഇൻ അഖംതുമുസ്സലാത വ ആതീതുമുസ് സകാത വ ആമൻതും ബിറുസുലി വ അസ്സർതുമൂഹും വ അഖറൽതുമുല്ലാഹ ഖർളൻ ഹസനാ ലൗകഫിറന്ന അൻകും സയ്യിആതികും. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുത്തു വീട്ടുകയും എന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരെ ബഹുമാനിക്കുകയും അല്ലാഹ്ക്ക് ഭംഗിയുള്ള കടം കൊടുക്കുകയും ചെയ്താൽ ലൗകഫിറന്ന അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നു. അവിടെ ലഇൻ അഖംതും എന്നുള്ളത് ഷർത്താണ്, ഷർത്തിയ ജുംലയാണ്. അതിന്റെ ജവാബാണ് ലൗകഫിറന്ന അൻകും. അത് പുതിയൊരു വിഷയമാണ്. വഖാലല്ലാഹു ഇന്നി മഅക്കും, അവിടെ വഖഫാണ്. വഖാലല്ലാഹു ഇന്നി മഅക്കും, അവിടെ വഖഫ. ലഇൻ അഖംതു എന്നുള്ള പുതിയ വിഷയമാണ്. പക്ഷെ ഈ നിയമം, തജ്വീദിന്റെ നിയമം അറിയില്ല, ഭാഷയുടെ നിയമം അറിയില്ല. ഇത് രണ്ടും അറിയാതെ ഇയാൾ അർത്ഥം വെക്കുകയാണ്. ഇന്നി മഅക്കും ലഇൻ അഖംതു, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ്. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ലഇൻ അഖംതും എന്നുള്ളത് പുതിയൊരു വിഷയം പറയാണ്. അവിടെ വഖഫുണ്ട്. ഇന്നി മഅക്കും അവിടെ വഖഫായി. ഈ തജ്വീദിന്റെ നിയമം പോലും പാലിക്കാതെ, മാത്രമല്ല ഭാഷാപരമായിട്ട് നെഹ്വിന്റെ ഗ്രാമർ ചിന്തിക്കാതെ ഇന്നി മഅക്കും ലഇൻ അഖംതും എങ്ങനെ അർത്ഥം വെക്കുക? അതെങ്ങനെ കൂട്ടി യോജിപ്പിക്കാം? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നസഫി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്ന ഒരു പരാമർശം അത്ര ഞാൻ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, ശ്രദ്ധിക്കുക, ആലിമീങ്ങൾ ശ്രദ്ധിക്കുക. വഖാലല്ലാഹു ഇന്നി മഅക്കും ഐ നാസിറുക്കും വ മുഈനുക്കും വതഖിഫു ഹുനാ, അവിടെ വഖഫ് ചെയ്യണം. ലിബ്തിദാഇക ബിശ്ശർത്തി ദാഖിൽ അലൈഹി അല്ലാമുൽ മുവത്തിഅതു ലിൽ ഖസം. ഇനി അല്ലാഹു ഖസം ചെയ്ത് പറയുന്ന ഒരു വിഷയം കൊണ്ട് തുടങ്ങാൻ ഇവിടെ നീ വഖഫ് ചെയ്യണം. എല്ലാ തഫ്സീറിന്റെ കിതാബിലുള്ള പരാമർശമാണ്. ഞാൻ ഉദാഹരണത്തിന് നസഫിയാണ് വായിച്ചത്. ആ തജ്വീദിന്റെ നിയമം പോലും അറിയാത്ത ഒരാളാണ് ആര്? ഈ നൂരിഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നൂരിഷ ശൈഖിന്റെ വാദങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രശ്നം ആദ്യം ഞാൻ വായിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ ലഇൻ അഖംതും എന്നുള്ളതിലുള്ള
ഖുർആനിന്റെയോ തജ്വീദിന്റെയോ നെഹ്വിന്റെയോ നിയമം ആലോചിക്കാത്ത ഈ അർത്ഥം. അതുകൊണ്ട് അയാളെ തരീഖത്ത് പേച്ചു എന്നല്ല, പക്ഷെ അയാൾ ഇതിന് യോഗ്യതയില്ല എന്ന് വരുത്താനാണ്. 2, ഇത് അയാളുടെ അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകമാണ്, ഉറുദു ആണ്. ഈ പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ പറയുന്ന കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാ സിർഫ് പഠേന ബിഗൈർ സമझे और तस्दीक के तकमीला ईमान के लिए काफी नहीं. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും ഇങ്ങനെ ചൊല്ലിയത് കൊണ്ടോ ഈമാൻ അതിന് മതിയാവുകയില്ല. സാധാരണ എല്ലാവരും പറയുന്ന വിഷയം തന്നെ. അക്സർ മുസൽമാൻ ഇസ് ധോഖ മേ ഹേ, അധിക മുസ്ലിങ്ങളും ഈ വഞ്ചനയിലാണ്. आए दिन मुसलमानों का शिर्क से रोका चाहते हैं, ही है उसको बयान करते हैं. वाइलेन और मुफस्सिरीन शिर्क से बचने के हिदायत करते हैं और तफसीलात शिर्क यह बयान करते हैं कि അലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് ചില ആളുകൾ ചില പ്രവർത്തനങ്ങളെ പറ്റി അത് ശിർക്കാണ് എന്ന് പറയുന്നത് വഹാബികളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മഹാന്മാരുടെ ദർഗയിൽ നിന്ന് കൊടികൾ കൊണ്ടുവന്നിട്ട് നാട്ടുക, അത് ശിർക്കാണ്. അതുപോലെ ദർഗാഹോം പർ അർസി ബാന്തിന ശിർക്ക് ഹേ, ദർഗകളിൽ പോയിട്ട് ഈ എന്താ പറയാ എന്ത് മൂടാന്ന് പറയല്, ജാറം മൂട, അത് ശിർക്കാണ്. അതുപോലെ മുറാദ് മാങ്കിന ശിർക്ക് ഹേ, അവരോട് ആവശ്യങ്ങൾ അപേക്ഷിക്കും, അത് ശിർക്കാണ്. ഖബറോം കോ സജദേ കർന ശിർക്ക് ഹേ, ഖബറുകൾ പോയിട്ട് സുജൂദ് ചെയ്യൽ ശിർക്കാണ്. വൈർ അല്ലാസെ മദദ് മാങ്കിന ശിർക്ക് ഹേ, അല്ലാത്തവരോട് സഹായം അഭ്യർത്ഥിക്കൽ ശിർക്കാണ്. ഗരോം പർ ഗൗസ് ആസം കാ നിശാൻ ലഗാന ശിർക്ക് ഹേ, വീടുകളിൽ ഗൗസുൽ ആലമിന്റെ പതാക നാട്ടൽ ശിർക്കാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നബി തങ്ങളിലേക്ക് സലാം കൊടുത്തയക്കൽ ശിർക്കാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ, വഹാബികളുടെ ആരോപണങ്ങൾ ഇന്ന് നാട് മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലേക്കിൻ ഹഖീഖി ശിർക്ക് ക്യാ ഹേ, യഥാർത്ഥ ശിർക്ക് എന്താണ്? जिसको हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने सहाबा को बुदलाया था वो नहीं बुदलाते. अमाल मुतज़क्किरा सदर मुशाबिह बिशिर्क है, മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ശിർക്കല്ല, പക്ഷെ അത് ശിർക്കിനോട് തുല്യങ്ങളാണ്. शिर्क हकीकी नहीं, यथार्थ शिर्क अല്ല. अलबत्ता ये तमाम अमाल ममनूअ है, മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹറാമാണ്. ശരീഅത്തിനെ ഉൻ സബ് അമാൽ की इजाजत नहीं दी, ശരീഅത്ത് ഈ അമലുകളെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഉൻകോ നാജായിസ് ഖറാർ ദിയാ, നാജായിസ് ഫീൽ അത് ജായിസല്ല, നാജായിസ് ഫീൽ കാ മുർതകിബ് ശിർക്കിനെ മുശ്രിക് नहीं, ഹറാം ചെയ്തവൻ മുശ്രിക്കല്ല, പക്ഷേ ഫാസിഖ് കഹ്ലായേഗ, അവനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? അപ്പൊ തമ്മാടി എന്നാ പറയേണ്ടത്. ഇതാരാ പറയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ശിർക്കല്ല, അവൻ മുശ്രിക്കല്ലെങ്കിലും അവൻ ഫാസിഖാണ്. മമ്പുറത്ത് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചവൻ മുശ്രിക്കല്ല, തമ്മാടിയാണ്. ഇത് അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ പറഞ്ഞത്. ആരാ പറഞ്ഞത്? നൂരിഷ തങ്ങളാ പറഞ്ഞത്. തങ്ങളായാലും വേണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടില്ല. ഇയാളുടെ തരീഖത്ത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ മറ്റേ മുസ്ലിയാർ പോയില്ല, ഈ മുസ്ലിയാർ പോയില്ല എന്നുള്ളതല്ല, ഇവിടെ ആശയമാണ് പ്രശ്നം. മരിച്ചവനെ പറ്റി എന്ത് നോണി ആൾക്കാർക്കൊക്കെ പറഞ്ഞു നടക്കാലോ. എല്ലാരും അത് മറ്റേ മരിച്ചുപോയ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറൊരാൾ പറഞ്ഞു ആ മരിച്ചുപോയ ആൾ പറഞ്ഞിട്ടുണ്ട്, മടവൂർ ശൈഖിനോട് പറഞ്ഞതാണ്, തൃപ്പൻ ചേമൂര്യർ പറഞ്ഞതാണ്,
ഇങ്ങനെ ഇപ്പൊ ആർക്കും മരിച്ചതിന് ശേഷം ആർക്കും എന്തും പറയാനോ. കാരണം ജീവിച്ചിരിപ്പുള്ള കാലത്ത് പറഞ്ഞാൽ എന്താ അറിയോ, ആരെങ്കിലും പോയി ചോദിക്കും. അപ്പൊ അത് പറയാതെ ഇപ്പൊ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഇത് വലിയൊരു യൂരിഷ ഷെയ്ഖിന്റെ ഏറ്റവും വലിയ ഒരു അബദ്ധവാദമാണ്. അബദ്ധവാദമാണെന്നല്ല, ശരീഅത്തിനെതിരായ വാദമാണ്. ശരീഅത്തിനെതിരായ വാദം പുലർത്തുന്നവന്റെ തരീഖത്ത് തള്ളപ്പെടേണ്ടതാണ്. കുല്ലു ഹഖീഖത്തിൻ റദ്ദത്തുഹു ശരീഅ ഫഹിയ സന്ദഖ. ശരീഅത്ത് തള്ളിപ്പറഞ്ഞ ഏത് ഹഖീഖത്തിലേക്കുള്ള വഴിയാണല്ലോ തരീഖത്ത്, അത് മതനിരാസമാണ്, മതത്തെ തള്ളിപ്പറയലാണ് എന്നല്ലേ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതല്ലേ മറ്റു മശായിഖമാരെ പഠിപ്പിച്ചത്? ഇനിയും നിങ്ങൾ നോക്കണം മറ്റൊരു വാദം, മഅയ്യത്ത് ദാത്തിയ. ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹ്ക്ക് ഒരുപാട് മഅയ്യത്തുണ്ട്. സാധാരണ ഒരു മഅയ്യത്തുണ്ട്, ക്ഷമാശീലന്മാരോടൊപ്പമുള്ള മഅയ്യത്തുണ്ട്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅന എന്ന് പറയുന്ന ഒരു മഅയ്യത്തുണ്ട്. പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയാണ്, ചാപ്പനങ്ങാടി ഇരുന്ന് കോട്ടക്കലിലേക്ക് ബസ് കയറി. അങ്ങനെ ബസ് കയറിയപ്പോ എന്റെ വലത് സൈഡില് ഒരു ചോന്ന, അതാണല്ലോ ചോന്ന ഷാളാണല്ലോ ഇവരുടെ സിമ്പല്. അപ്പൊ ചോന്ന ഷാള് ധരിച്ച ഒരാളുണ്ട്. അപ്പൊ ഞാൻ അയാളുമായി പരിചയപ്പെട്ടപ്പോ അയാൾ എടക്കുളത്തേക്കാ പോകുന്നത്. എടക്കുളത്ത് നൂരിഷക്കാരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടേക്കാ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നൂരിഷ തരീഖത്ത് പയച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നൂരിഷ തരീഖത്തിൽ ദാത്തിയായ മഅയ്യത്തിന്റെ വാദമില്ലേ? അപ്പൊ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഷറുലക്കായത് ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഷറുലക്കായത് സിദ്ദീഖുൽ അക്ബർ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇന്നല്ലാഹ മഅനാന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളോടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആ സിദ്ദീഖുൽ അക്ബർ ഷറുലക്കായത് ഓതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറിന് ഷറുലക്കായതിന്റെ ആവശ്യമില്ല, പക്ഷെ ഞമ്മക്ക് ഷറുലക്കായത് നോക്കണ്ടേ. അങ്ങനെ അതും പറഞ്ഞപ്പോ കോട്ടക്കൽ സ്റ്റാൻഡിലെത്തി. അപ്പോ ആ കൂട്ടത്തിൽ എന്റെ തൊള്ളയിരുന്ന് അവസാനമായിട്ട് വന്ന വാക്ക്, നിങ്ങളെ തരീഖത്ത് പയച്ചതാണ് എന്ന് ഞാൻ തൊള്ളയിലാണ് പറഞ്ഞുപോയി. അതങ്ങോട്ട് കേൾക്കേണ്ട താമസം പിന്നെ അയാള് എന്നെ വിളിച്ച വാക്കുകൾ കോട്ടക്കൽ അങ്ങാടിയിൽ പരസ്യമായി അത്യുച്ചത്തിൽ, അതിന്റെ അറബി മാത്രം ഞാൻ പറയാം, കൽബേ യബ്നുൽ കൽബ്. പിന്നുള്ള വാക്കുകൾ നമ്മൾ പറയാൻ പറ്റൂല, കാരണം അത് പിന്നെ കെൽബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് കേട്ടേക്ക് ഞാൻ എന്താ ചെയ്യുക? കാരണം നമ്മൾ തലി കെട്ടിയിട്ടുണ്ട്, വെള്ളക്കുപ്പായാണ്, ആകെ കുടുങ്ങിയില്ലേ. അപ്പോ അരിപ്രയിലുള്ള നമ്മളെ പരിചയത്തിലുള്ള ഒരാളവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാ എന്നെ സഹായിക്കാനും ഒരാൾ നമുക്ക് ഉണ്ടെന്ന് വരുത്താനും വേണ്ടി ഞാൻ അയാളെടുത്ത് പോയി. അയാൾ പറഞ്ഞു, ഇന്ന അയാൾ ഇങ്ങനെ വിളിക്കുന്ന കണ്ടില്ലേ. അപ്പൊ അയാളും ജ്യോതിഷക്കാരനാണ്, അതെനിക്കറിയില്ല. അയാളാ കേട്ടാ പോകുന്നത്. ഞാൻ ആകെ ഞാനെന്താ ചെയ്യാ, അവിടുന്ന് എങ്ങനെയൊക്കെ കഴിച്ചില്ലായി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിൽ പറയുന്നത് മഅയ്യത്ത് ദാത്തിയത്തിനെ പറ്റി ഇവരുടെ വാദം. ഇത് അൽ ബുർഹാൻ മലയാളം. ഈ അൽ ബുർഹാൻ മർഹൂം ബി കുട്ടി ഹസൻ ഹാജി അനുസ്മരണ പതിപ്പാണ്. ഇതിന്റെ 72ാമത്തെ പേജിൽ വിശദമായിട്ട് തന്നെ ദാത്തിയായ മഅയ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദാത്തിയായ മഅയ്യത്തുണ്ട് എന്നാണ്. അള്ളാഹ്ക്ക് ദാത്ത് കൊണ്ടുള്ള മഅയ്യത്ത് ഉണ്ടോ ഇല്ലേ, ഈ വിഷയത്തിൽ ആയത്തുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അതൊരായത്താണ്. മറ്റൊരായത്താണ് വഹുവ മഅകും ഐനമാ കുൻതും. വഹുവ മഅകും ഐനമാ കുൻതും സൂറത്തുൽ ഹദീദിന്റെ 4ാമത്തെ ആയത്താണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന സൂറത്തുൽ തൗബയുടെ 40ാമത്തെ ആയത്താണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് സൂറത്തുൽ ബഖറയുടെ ആയത്താണ്. ഇതൊക്കെ മഅയ്യത്തിന് മേൽ അറിയിക്കുന്ന ആയത്തുകളാണ്. ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് തഫ്സീറുകൾ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മളോടൊപ്പമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ബിനസ്രിഹി, അതതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. അല്ല അള്ളാഹു നമ്മളൊപ്പം ഉണ്ട് എന്നല്ല. അതിന് ഇതാണ് ഇമാം ജലാലൈനി കൊടുത്തത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അങ്ങനെയാണ് തഫ്സീർ നൽകിയത്. ഖൗലുഹു ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മളോടൊപ്പമാണെന്ന് പറഞ്ഞാൽ ഐ മഅയ്യത്തൻ മഅനവിയത്തൻ ഖാസത്തൻ, സാധാരണ മഅയ്യത്തല്ല,
അത് സ്പെഷ്യൽ മഇയ്യത്താണ് എന്ന് ഇമാം അഹ്മദ് സാവി 2-ാം വാള്യം 150-ാമത്തെ പേജിൽ പറയാം. വഹുവ മഅക്കും ഐനമാ കുൻതും എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ജലാലയിൽ പറയുന്നു ബി ഇൽമിഹി. നേരത്തെ പറഞ്ഞത് ബി നസ്രിഹി എന്നാ, ഇവിടെ പറഞ്ഞത് ബി ഇൽമിഹി. ഐ വ ഖുദ്റതിഹി വ ഇറാദതിഹി ഫൽ മുറാദു ബിൽ മഇയ്യ. അപ്പൊ അല്ലാഹു കൂടെയാവുക എന്നതിന്റെ അർത്ഥം, സുന്നത്ത് ജമാഅത്തിന്റെ അർത്ഥം തസാരീഫുഹു ഫീ ഖൽഖിഹി, അല്ലാഹുവിന്റെ പടപ്പുകളിൽ നടത്തുന്ന അല്ലാഹുവിന്റെ നിയന്ത്രണങ്ങളെ പറ്റിയാണ് അവിടെ ഉദ്ദേശ്യം എന്ന് ഇമാം സാവി അൽ ഹദീദ് സൂറത്തിന്റെ 4-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് അടുത്തു നിൽക്കുന്നവനാണ് റബ്ബി ഇൽമി, എന്റെ അറിവ് കൊണ്ട്. ഫഅഖ്ബിർഹും ബിദാലിക, അക്കാര്യം നബിയെ അവരെ അറിയിക്കുക എന്നാണ് ആര് പറയുന്നത്? ഇമാം സുയൂത്തി തങ്ങൾ ഇതിന് വിശദീകരിച്ചത്. വഹുവ മഅക്കും ഐനമാ കുൻതും എന്ന സൂറത്തുൽ ഹദീദിന്റെ 4-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അബൂ ഹയ്യാൻ അവിടുത്തെ ബഹ്റുൽ മുഹീത്ത് എന്ന തഫ്സീറിൽ പറയുന്ന ഉദ്ധരണി ഐ ബിൽ ഇൽമി വൽ ഖുദ്റതി, ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും എന്നാണ്. ഖാല സൗരി, ഇമാം സൗരി പറയാണ് അൽ മഅന ഇൽമുഹു മഅക്കും. കണ്ടോ, നിങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഇൽമു നിങ്ങളോടൊപ്പമാണ്. വഹാദിഹിൽ ആയത്ത്, ഈ ആയത്ത് അജ്മഅത്തിൽ ഉമ്മ, ഉമ്മത്ത് ഇജ്മാഅി, ഇജ്മാഅി എന്നുള്ള വാക്കന്നെ അവിടെ ഉണ്ട്. ഇനി അവിടെ ഇജ്മാ എന്ന് പറഞ്ഞിട്ടില്ല, ഇത്തിഫാഖിനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട. അജ്മഅത്തിൽ ഉമ്മത്തു അല തഅ്വീലി ഫീഹാ, ഈ ആയത്തിനെ തഅ്വീൽ ചെയ്യണമെന്നതിൽ ഉമ്മത്ത് ഇജ്മാഅാണ്. വ അന്നഹാ ലാ തുഹ്മലു അലാ ളാഹിരിഹാ മിനൽ മഇയ്യത്തി ദാത്ത് കൊണ്ടാണ് അല്ലാഹ്ക്ക് മഇയ്യത്ത് എന്ന അതിന്റെ ബാഹ്യാർത്ഥം അവിടെ ഉദ്ദേശ്യമല്ല എന്നതിൽ ഉമ്മത്ത് ഇജ്മാ ആയിരിക്കുന്നു. ഇതാരാ പറയുന്നത്? അബൂ ഹയ്യാൻ അവിടുത്തെ അൽ ബഹ്റുൽ മുഹീത്തിൽ പറയാണ്. ഏത് ആയത്തിൽ? സൂറത്തുൽ ഹദീദിന്റെ 4-ാമത്തെ ആയത്തിൽ. നല്ലോണം ശ്രദ്ധിക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ ഈ വിഷയമായിട്ട് എന്താ പറഞ്ഞത്? ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാള്യം 114-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ് ആ ഇബാറത്ത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ നോക്കിയിട്ട് കാണില്ല. ഇഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാള്യം 114-ാമത്തെ അല്ലെങ്കിൽ 113-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വഹുവ മഅക്കും പോലുള്ളവർക്കുള്ള മഇയ്യത്ത് കൊണ്ട് ഉദ്ദേശ്യം അള്ളാന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടുമുള്ള ആ മഇയ്യത്താണ് എന്നുള്ളതിൽ ലോക മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇമാം ഗസ്സാലി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 1-ാം വാള്യം 114-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇതാണ് ആ ഇബാറ. ഇമാം അവർ പറയാം, എന്താ വൽതറ അഹ്ലുൽ ഹഖ്, ഹഖിന്റെ ആൾക്കാര് ഇൽത്തിറാറായിരിക്കും ഇലാ ഹാദ തഅ്വീൽ, ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിലേക്ക്. കമൽ തറ അഹ്ലുൽ ബാത്തിൽ, തസവ്വുഫിന്റെ പണ്ഡിതന്മാർ അവരും ഇൽത്തിറാറായതുപോലെ ഇലാ തഅ്വീൽ ഖൗലിഹി തആല വഹുവ മഅക്കും ഐനമാ കുൻതും, വഹുവ മഅക്കും ഐനമാ കുൻതും എന്ന ആയത്തിനെ തഅ്വീൽ ചെയ്യണം എന്നതിലേക്ക്. ഇത് ഹുമിന ദാലിക ബിൽ ഇത്തിഫാഖ്, അവിടെ ഇത്തിഫാഖ് എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. ഞാൻ ആലുവക്കാർ പറയും അവിടെ ഇത്തിഫാഖ് എന്നുള്ള വാക്കല്ലേ, ഇജ്മാ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. ഇത് ഹുമിന ദാലിക ബിൽ ഇത്തിഫാഖ് അലൽ ഇഹാതതി വൽ ഇൽം, അല്ലാഹുവിന്റെ സമഗ്രജ്ഞാനം, ചൂഴ്ന്നു നിൽക്കുന്ന അറിവ് എന്നാണ് മഅക്കും എന്നതിന്റെ അർത്ഥമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ ഏകോപിച്ചിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? മഹാനായ ഗസ്സാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാല്യം 113-ാമത്തെ പേജിലാ പറയുന്നത്. എന്നാൽ നൂരിഷന്റെ ആൾക്കാരെന്താ പറയുന്നത്?
അയാൾ ഉറുദു പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അഹമിയത്തെ തെരീക്ക് പോലുള്ള ഉറുദു പുസ്തകത്തിൽ അതിനെപ്പറ്റി വിശദമായ പ്രതിപാദനങ്ങളുണ്ട്. പക്ഷെ ഉറുദുവിലേറെ നല്ലത് സൗകര്യം മലയാളമായതുകൊണ്ടാണ് മലയാളം വായിക്കുന്നത്. ഇതിന്റെ 72ാമത്തെ പേജിൽ പറയാണ്, ദാത്തിയായ മഇയ്യത്ത് എന്നത് ഒരു കാമിലായ ശൈഖിന്റെ തെർബിയത്തിലൂടെ വളരുന്ന മുരീദിന് ഘട്ടം ഘട്ടമായി മുന്നേറുമ്പോൾ അവന്റെ ഖൽബിൽ തുറക്കപ്പെടുന്ന ഒരു പരമാർത്ഥമാണ്, ഒരു അനുഭവമാണ് എന്നല്ല പറഞ്ഞത്, ഒരു പരമാർത്ഥമാണ്. അനുഭവവും പരമാർത്ഥവും വ്യത്യാസമുണ്ട്. ഒരാൾ രാത്രിയിൽ നിലാവിൽ നടക്കുമ്പോ ഒരു കയറ് കണ്ടു. കയറ് കണ്ടപ്പോ അതൊരു പാമ്പാന്ന് വിചാരിച്ചിട്ട് വണ്ടി വരണേ പാമ്പ് എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൂട്ടി. എല്ലാരും കൂടി ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു കയറാ. അപ്പോ പരമാർത്ഥം കയറാണെന്നാണ്, അനുഭവം എന്താണ്? പാമ്പാണെന്നാണ്. അല്ലേ? പരമാർത്ഥം അനുഭവം എന്നാ. അപ്പൊ ഇത് പരമാർത്ഥമാണ് എന്നാണ് ഇവർ പറയുന്നത്. തീർന്നില്ല. അത് നിഷേധിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ല എന്നാണ്. കാരണം ഈ പരമാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണമായി അള്ളാഹു പറയുന്നു, നീ വിഷമിക്കേണ്ട, നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും. വഹുവ മഅക്കും ഐനമാക്കും ഇന്നല്ലാഹ മഅന. അതിന്റെ അർത്ഥം എന്താണ്? ഐ ബി ഇൽമിഹി വ ഇഹാതതിഹി വ ഖുദ്റതിഹി വ ഇറാദതിഹി വ തസ്രീഫാതിഹി എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളതിൽ മുസ്ലിം ലോകം ഇജ്മാ ആയിന ഗസാലി ഇമാമും അബൂ ഹയ്യാൻ തങ്ങളും പറഞ്ഞത്. എന്നാൽ ഇവന്മാര് പറയുന്നത് എന്താ? ദാത്തിയായ മഅയ്യത്താണ് അവിടെ മുറാദ് എന്നാണ്. തീർന്നില്ല. പ്രസ്തുത ആയത്തുകൾക്കും അള്ളാഹു കൂടെയുണ്ടെന്ന് പറയുന്ന മറ്റു ആയത്തുകൾക്കും വ്യാഖ്യാനമായി തഫ്സീർ റൂഹുൽ ബയാൻ, തഫ്സീർ ഇബ്നു അറബി, തഫ്സീർ സാവി തുടങ്ങിയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ യാഥാർത്ഥ്യം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഇല്ല, ഈ യാഥാർത്ഥ്യം തഫ്സീർ സാവിയിലോ തഫ്സീർ ഇബ്നു കസീർ തഫ്സീർ റൂഹുൽ ബയാനിലോ തഫ്സീർ ഇബ്നു അറബിയിലോ പറഞ്ഞിട്ടില്ല. പച്ച നുണയാണ് പറയുന്നത്. തീർന്നില്ല. കാലാകാലങ്ങളിലുള്ള സൂഫിയാക്കൾ അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തിയ ദാത്തിയായ മഅയ്യത്തിനെ നിഷേധിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടന എന്ന് അവകാശപ്പെടുന്ന ഇരു സമസ്ത നേതാക്കളിലും കണ്ടുവരുന്നു. അങ്ങനൊന്നില്ല. കാലാകാലങ്ങളിലെ സൂഫിയാക്കളുടെ നേതാവായ ഗസാലി ഇമാം പറഞ്ഞ എന്താ? ദാത്തിയായ മഅയ്യത്ത് അല്ലാന്ന്. തീർന്നില്ല. നമ്മുടെ സകല പ്രവർത്തനങ്ങളും അള്ളാഹു അറിയുകയും കാണുകയും ചെയ്യുന്നു. അവൻ പരമാധികാരിയും മനുഷ്യനിൽ എപ്പോഴും എന്തും ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് ബോധിപ്പിക്കുക വഴി അള്ളാഹുവിന്റെ ഹശിയത്തും മുഹബ്ബത്തും പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് അവരുടെ ലക്ഷ്യം. അത് ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പ്രസ്തുത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഇമാമുകൾ അള്ളാഹു കൂടെയുണ്ടെന്ന് വിവരിക്കുന്ന ആയത്തിനെ അറിവുകൊണ്ട് കൂടെയുണ്ടെന്നും സഹായം കൊണ്ട് കൂടെയുണ്ടെന്നും കഴിവുകൊണ്ട് കൂടെയുണ്ടെന്നും വ്യാഖ്യാനിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിനിവർ പറയുന്നത് ന്യായം എന്താണെന്നറിയോ? അള്ളാഹു പരമാധികാരിയും മനുഷ്യനിൽ എപ്പോഴും എന്തും ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് ബോധിപ്പിക്കുക വഴി അള്ളാഹുവിന്റെ ഹശിയത്തും മഹബ്ബത്തും പൊതുജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കലാണ് അവരുടെ ലക്ഷ്യം. ഈ കൂടെയാണെന്ന് പറഞ്ഞാൽ സഹായം കൊണ്ട് ഇൽമു കൊണ്ട് എന്നർത്ഥം വെച്ചവരുടെ ലക്ഷ്യം പൊതുജനങ്ങൾക്ക് ഖുശൂ ഉണ്ടാക്കി കൊടുക്കലാണ്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ ആയത്തുകളുടെ കെലിമാത്തുകളുടെ മുറാദ് അള്ളാന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് വിവരിക്കലാ തഫ്സീർ. അല്ലാതെ പൊതുജനങ്ങൾക്ക് ഖുശൂ ഉണ്ടാക്കി കൊടുക്കുന്ന തസൂഫിന്റെ കിതാബാണ് തഫ്സീർ. പൊതുജനങ്ങൾക്ക് ഖുശൂ ഉണ്ടാക്കി കൊടുക്കാനാണോ തഫ്സീർ ഉണ്ടാക്കിക്കുന്നത്? അള്ളാന്റെ കലാമിന്റെ അള്ളാന്റെ മുറാദ് വിശദീകരിക്കാനാ, പൊതുജനങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാക്കലല്ല. എന്നിട്ട് പറയാം, അപ്പോൾ സിഫത്തുകൾ കൊണ്ട് കൂടെയുണ്ടെന്ന പല ഇമാമുകളുടെയും വ്യാഖ്യാനം കാമിൽ മുറബിയുമായ ഒരു ഷെയ്ഖിന്റെ ശിക്ഷണം ലഭിക്കാത്തത് മൂലം മുശാഹദയുടെ അവസ്ഥയിലേക്ക് മുന്നേറാൻ സാധിക്കാത്ത സാമാന്യ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നും വ്യക്തമായി. പച്ചമണ. തീർന്നില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, നമ്മൾ അവനോട് നിങ്ങളെക്കാൾ അടുത്തവനാണ്. ഖുർആനിൽ പറയുന്ന ആയത്താണ്. നമ്മൾ അവനോട് മരണാസന്നനോട് നിങ്ങളെക്കാൾ അടുത്തവനാണ്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. വലാകിൻ ലാ തുബ്സിറൂൻ.
നിങ്ങളത് കാണുന്നില്ല എന്ന ആശയം വരുന്ന ഖുർആൻ വചനം കൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിങ്ങളെക്കാൾ അവനോട് അടുത്തവൻ നമ്മളാണ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു ഉപയോഗിച്ചത് പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്നാണല്ലോ. ഇവിടെ അറിവ് കൊണ്ടോ കുതിരത്ത് കൊണ്ടോ ഉള്ള അടുപ്പമാണ് ഉദ്ദേശ്യമെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നായിരുന്നു അള്ളാഹു പറയുക. കാരണം അറിവും കഴിവും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങളാണ്, കാണപ്പെടുന്നവയല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്ത് കൊണ്ടുള്ള അടുപ്പമാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ന് വ്യക്തമായി. ഏതായത്ത് കൊണ്ടുള്ള വിവക്ഷ? വഹുവ മഅകും ഐനമാ കുന്തും. അതായത് നമ്മളിപ്പോ വായുവിനെ കാണുന്നില്ല, പക്ഷേ വായുവിനെ കാണുന്നതിനെ കൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് എന്തോ ഒരു മറയുണ്ട്. ആ മറ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വായുവിനെ കാണാൻ കഴിയും. ആ ഫ്ലാസ്കിലുള്ള വെള്ളം നമ്മൾ കാണുന്നില്ല, പക്ഷേ ആ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ കാണും. അപ്പൊ കാണാൻ സാധ്യതയുള്ള എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനെ തടയുന്ന എന്തോ ഒരു ഹിജാബ് മുന്നിലുള്ളത് കൊണ്ട് ആ ഹിജാബ് നീങ്ങിക്കഴിഞ്ഞാൽ പടച്ചോൻ ഇവിടെ ഉണ്ട്. ഈ വിശ്വാസമാണ് പച്ച മലയാളത്തിൽ അൽ ബുർഹാൻ മർഹൂം ബി കുട്ടി ഹസൻ ഹാജി അനുസ്മരണ പതിപ്പിൽ ഇങ്ങനെയുള്ള വിശ്വാസം, മഅയ്യത്ത് ദാത്തിയത്ത് എന്ന് പറഞ്ഞ സുന്നത്തിയമായത്ത് നിരാകരിച്ച വിശ്വാസം, ആ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നൂരിഷ പ്രസ്ഥാനം. പിന്നെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ പറയും. അതിൽപ്പെട്ടൊരു പ്രശ്നം, ഇത് സംസ്ഥാനക്കാരുടെ 40ാം വാർഷിക സുവനീറാണ്. ഇതില് സദഖത്തുള്ള മൗലവി ഇവർക്കെതിരിൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഇതിന്റെ 71ാമത്തെ പേജിൽ 3 വട്ടം ഇസ്തിഗ്ഫാർ, ഒരു തവണ കലിമത്ത് തൗഹീദും ചൊല്ലിക്കൊടുത്ത ശേഷം നിങ്ങളുടെ ദോഷമെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ സംശയിക്കാൻ പാടില്ലെന്നും തങ്ങളുടെ തഅലീമിൽ പഠിപ്പിക്കുന്നതിനെ ഖലീഫമാർ നിഷേധിച്ചുവെങ്കിലും ശരിയായ സാക്ഷികൾ മുഖേന അത് തെളിഞ്ഞതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയനാവൽ ദലാലത്താണ്. സവാജിർ 173. സവാജിറിന്റെ 1ാം വാള്യം 73ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വൽ അംറു ബിൻ മക്രില്ലാഹി കബീറത്തുൻ, അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് നിർഭയത്വം ഒരു മനുഷ്യനുണ്ടാകുക എന്നുള്ളത് പടച്ചോനെ ഒരിക്കലും ശിക്ഷിക്കൂല, ഞാൻ കഴിച്ചിലായി. ആ ഒരു അവസ്ഥ അത് വെച്ചുപുലർത്തുക, അത് വൻ ദോഷമാണ്, ബലാലത്താണ്. അതുകൊണ്ട് ഈ മനസ്സിലായി. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അതേ സമയത്ത് സാധാരണക്കാരായ ആളുകൾ, സാധാരണക്കാരാണ് സ്കൂൾ മദ്രസയിലും കൂടി പോകാത്ത ആൾക്കാർ, അവരെ വിളിച്ചു വരുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ലാ ഖാലിയൽ ഹാജാതി ഇല്ലല്ലാഹ്, ആവശ്യം നിറവേറ്റുന്നവൻ അല്ല മാത്രം. പ്രാഥമികമായ ഒരു മൂമിന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ലാ ഖാലിയൽ ഹാജാതി ഇല്ലല്ലാഹ് എന്ന് പ്രാഥമിക തലത്തിൽ തന്നെ നാടന്മാരായ ആളുകൾക്ക് ഈ അർത്ഥം വെച്ചു കൊടുത്തിട്ട് ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തഅലീമുകളാണ് 1970കളിൽ ഉണ്ടായത്. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നൂരിഷ ത്വരീഖത്തിൽ ഉള്ളതുകൊണ്ട്, ഒന്ന് അതിന്റെ മശായിഖന്മാര് ഇൽമുള്ള ആളുകളല്ല, അവർ ഖുർആനിന് അർത്ഥം വെച്ചു കൊടുത്തിരുന്ന തെറ്റുകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതേപോലെ തന്നെ അവർ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ അതിൽ ഒരുപാട് അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്നു. ഇസ്ലാമിന്റെ പ്രാഥമികമായ ജ്ഞാനങ്ങൾ പോലും അവർക്കില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരം ആളുകൾ ഈ വിഷയത്തിന് പറ്റുന്നതല്ല. 2, 3 ഇവര് മഅയ്യത്ത് ദാത്തിയത്ത് പോലെയുള്ള സുന്നത്തിയമായത്തിന് നിരക്കാത്ത മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ വാദങ്ങൾ വെച്ചു പുലർത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് തെറ്റായ വഹദത്തുൽ വുജൂദുണ്ട്, അതും ഇവരുടെ ഭാഗത്തുണ്ട് എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് തെറ്റായ വുജൂദിന്റെ ഏകത്വം എന്ന് പറയുന്നത് അല്ലാഹ് മാത്രമേ വജൂദുള്ളൂ, നമുക്കൊന്നും വുജൂദ് ഇല്ല എന്ന് പറയുന്ന ഒരു തരീഖുണ്ട്. അതല്ല, അള്ളാഹ്ക്കും വുജൂദുണ്ട്, ഞമ്മക്കും വുജൂദുണ്ട്, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന
അതാണ് മയ്യത്ത് ദാത്തിയത്ത് അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. എന്റെ അടുക്കൽ അല്ലുണ്ട്, ആ ചായ കോപ്പിയിൽ അല്ലുണ്ട്. നമ്മള് ഇന്ന് രാവിലെ സന്ദർശിച്ച ഓഫീസ്, ആ ഓഫീസിന്റെ സെപ്റ്റിക് ടാങ്കിൽ വരെ ഉണ്ട്. നോക്കണം ഈ കോലത്തിൽ അള്ളാഹനെ അവതരിപ്പിക്കുന്ന അവസ്ഥ ഇവരുടെ തഅലീമുകളിലുണ്ട്, ഇവരുടെ വിശ്വാസങ്ങളിലുണ്ട്. അത്തരം തരീഖത്തുകൾ ശരീഅത്ത് തള്ളിക്കളഞ്ഞതാണ്. ശരീഅത്ത് തള്ളിക്കളഞ്ഞ അവ സ്വീകാര്യമല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്, സമയം ഒരുപാട് വൈകി. ആലുവ തരീഖത്തുകാരുടെ അവരുടെ കമ്പനിപ്പെട്ട ഒരാളിറക്കിയ ഒരു പുസ്തകമാണ് തസൗഫ് റഹ്മാനി. ഇതിന്റെ 49-ാമത്തെ പേജിൽ അള്ളാന്റെ ഖുർആനെ അർത്ഥം വെച്ചത് ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധപ്പെടുത്താം. ഇതിന്റെ 49-ാമത്തെ പേജില് ഇന്നൻ നഫ്സൽ അമ്മാറത്ത മാസിവ ഖാല അല്ലാഹു തആല ഇന്നൻ നഫ്സൽ അമ്മാറത്ത മാസിവ. അങ്ങനെ ഖുർആനിലെ ആയത്തുണ്ടോ? ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്നാണ്. അച്ചടിപ്പഴവാണ്. അപ്പോ ഖാല അല്ലാഹു തആല ഇന്നൻ നഫ്സൽ അമ്മാറത്ത മാസിവ. ഇത് അച്ചടിപ്പഴവാണ്. പക്ഷെ ഇത് അച്ചടിപ്പഴവാന്ന് അറിയാതെ ഇയാൾ അർത്ഥം വെക്കുന്നത് കണ്ടോ? ബേശക് നിസ്സംശയം. നഫ്സ് അമ്മാറയാകുന്നത് മാസിക അല്ലാഹു തആല അല്ലാത്തതാണ്. ഖുർആന്റെ ആയത്ത് അച്ചടിപ്പയവായിട്ട് ഇന്നൻ നഫ്സൽ അമ്മാറത്തായ നഫ്സാകുന്നത് മാസിവയാണ്. മാസിവ എന്ന് ഖുർആനുണ്ടോ? അച്ചടിപ്പയവാണ്. എന്നാൽ ഖുർആനിലുള്ള ഈ അച്ചടിപ്പയവ് പോലും തിരിച്ചറിയാതെ അത് അതേമാതിരി അല്ലാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കുക. ഇവരെങ്ങനെ തരീഖത്ത് തരാൻ പറ്റും? എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് ഇനി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ